കടന്നു വരാം. ദൈവം നമ്മളെ എവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോ വളരാതെയോടിടുക തിരുകൃപമതിയെനിക്ക്. ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോ വളരാതെയോടിടുക തിരുകൃപമതിയെനിക്ക്. നാഥ നീ മതിയെനിക്ക്. നിൻ കൃപ മതിയെനിക്ക്. നാഥ നീ മതിയെനിക്ക്. നിൻ കൃപ മതിയെനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപമതിയെനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപമതിയെനിക്ക്. പരിശുദ്ധനാം നാഥനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, പരിശുദ്ധനാം നാഥനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ. നാഥ നീ മതിയെനിക്ക്. നിൻ കൃപ മതിയെനിക്ക്. നാഥ നീ മതിയെനിക്ക്. നിൻ കൃപ മതിയെനിക്ക്.
യാത്രയാതിൽ തിരുകൃപ മതി എനിക്ക്. വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടമോടി തികപ്പാൻ തിരുകൃപ മതി എനിക്ക്. വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടമോടി തികപ്പാൻ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക് നിൻ കൃപ മതി എനിക്ക്. ഈ ഒരു യാത്രയാതിൽ തിരുകൃപ മതി എനിക്ക്. ഈ ഒരു യാത്രയാതിൽ തിരുകൃപ മതി എനിക്ക്. ജീവിതയാത്രയാതിൽ ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിടുവാൻ തിരുകൃപ മതി എനിക്ക്. ജീവിതയാത്രയാതിൽ ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിടുവാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്. ഈ ഒരു യാത്രയാതിൽ തിരുകൃപ മതി എനിക്ക്. ഈ ഒരു യാത്രയാതിൽ തിരുകൃപ മതി എനിക്ക്. ലോകത്തെ വെറുത്തിടുവാൻ പാപത്തെ ജയിച്ചിടുവാൻ ശത്രുവോട് എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക്. ലോകത്തെ വെറുത്തിടുവാൻ പാപത്തെ ജയിച്ചിടുവാൻ ശത്രുവോട് എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി
ഈ യാത്രയതിൽ തിരുകൃപമതി എനിക്ക് വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടം ഓടി തീർക്കാൻ തിരുകൃപമതി എനിക്ക് വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടം ഓടി തീർക്കാൻ തിരുകൃപമതി എനിക്ക് പരിശുദ്ധനാഥനേ കരുണയിൻ സാഗരമേ കരുണയിൻ തുടരണമേ ആശ്വാസദായകനേ പരിശുദ്ധനാഥനേ കരുണയിൻ സാഗരമേ ഉറവിടമേ ആശ്വാസദായകനേ നാദാനി മതി എനിക്ക് നിൻ കൃപ മതി എനിക്ക് നാദാനി മതി എനിക്ക് നിൻ കൃപ മതി എനിക്ക് ഈ യാത്രയതിൽ തിരുകൃപമതി എനിക്ക് യാത്രയതിൽ തിരുകൃപമതി എനിക്ക് മുഖവരകൾ കുറച്ച് ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ കൊണ്ടുവരിക. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യം. മോളെ മൈക്കിൽ കൂടെ വായിക്കെങ്കിൽ മൈക്കിൽ കൂടെ വായിക്കും. സ്തോത്രം. 2 രാജാക്കന്മാർ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും
നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞതൊരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ടു ചെന്ന് തൻ്റെ മക്കളോട് കൂടെ അകത്ത് കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ച് കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവളോട് പാത്രം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്ന് പോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഒരുക്കിയ നല്ല സമയത്തിനായി സ്തോത്രം. ഒരിക്കൽ കൂടി ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത് വരുന്നു. അവിടുത്തെ ഇമ്പകരമായ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ച് അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിനത്തിൽ ദൈവം ഇടപെട്ട എല്ലാ വചനഭാഗങ്ങൾക്കുമായും സ്തോത്രം. തുടർന്ന് ഈ വചനത്തിലൂടെ ദൈവം സംസാരിക്കണം. അവിടുന്ന് വാക്ക് പറഞ്ഞതുപോലെ ഓരോ ശബ്ദത്തിലും അവിടെ നിങ്ങളെ പണിയുന്ന ദൈവമാ. ഇന്നത്തെ ഈ ദൈവവചന ശബ്ദത്തിലും പണിയുന്ന ദൈവത്തിൻ്റെ കരം കാണാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പണിയും പാതാള ഗോപുരങ്ങൾ, ജയിക്കത്തിൽ നിരളിത കർത്താവ് പണിയണമേ. ഈ വചനത്തിലൂടെ ഇടപെടണമേ. അവിടുത്തെ ഇമ്പകരമായ ശബ്ദം കേൾപ്പിച്ച് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. രണ്ട് രാജാക്കളുടെയും പുസ്തകം 4-ാം അധികാരം 1 വാസിച്ച് ഗവനിച്ച പോതും സ്തോത്രം. ഇവിടെ വായിച്ചത് സ്തോത്രം ഒരു ഭവനത്തിൻ്റെ സ്ഥിതിയാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. ആ ഭവനത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? അവൾ ഭയങ്കര നിലവിളിയോടെ പ്രവാചകൻ്റെ അടുക്കൽ വരിക. പ്രവാചകനോട് പറയുന്നത് അവിടെ കുടുംബത്തിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറയുക. അവിടെ ജീവിതത്തിനകത്ത് മരണം സംഭവിച്ചിട്ടുണ്ട്. ആമേൻ. അവളുടെ കുടുംബത്തിനകത്ത് കടമുണ്ട്. ഇപ്പോൾ അവൾ വലിയ നിലവിളിയില്ല. എന്തൊക്കെ ആ ഭവനത്തിൽ ഉണ്ട്. പേശലോ. പക്ഷേ അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആമേൻ, ആ ഭവനത്തിനകത്ത് നിലവിളിയുണ്ട്, മരണം സംഭവിച്ചതാ, അവിടെ വലിയ കടമുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും ആ വീടിനകത്ത് വേറൊരു സാധനമുണ്ട്, ദൈവഭക്തിയുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇതുപോലെ സ്തോത്രം നമ്മുടെ ജീവിതത്തിനകത്തും ഒത്തിരി പ്രശ്നങ്ങൾ കാണും. ഒത്തിരി പ്രശ്നങ്ങൾ, ആമേൻ, ഒത്തിരി ഇല്ലായ്മകൾ നമ്മുടെ വീടിനകത്ത് കാണും. ഒത്തിരി തകർച്ചകൾ നമ്മുടെ വീടിനകത്ത് കാണും. ഒത്തിരി പരാതി പറയാൻ നമുക്ക് കാണും. ആ കൂട്ടത്തിൽ നാം സന്തോഷിക്കേണ്ട ഒരു പ്രധാന കാരണം, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരു പ്രത്യേക ഒരു നന്മ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിനകത്ത് ഭക്തി തന്നിട്ടുണ്ട്. അത് തന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ പള്ളി ഭക്തിയും ദൈവഭക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. പള്ളി ഭക്തി എന്ന് പറയുന്നത് പള്ളി കാണുമ്പം ബീഡി താഴെ ഇടുന്നതാണ്. പള്ളി ഭക്തി എന്ന് പറയുന്നത് പള്ളി ചെല്ലുമ്പോൾ കുടിക്കാതിരിക്കുന്നതാണ്. എന്നാൽ ദൈവഭക്തി എന്ന് പറയുന്നത് ദോഷത്തെ വിട്ടകന്ന് നടക്കുന്നതാണ്. സ്തോത്രം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം വലുതാകട്ടോ. അമ്മ സ്തോത്രം. നമുക്കറിയാം പല സ്ഥലങ്ങളിലും പള്ളിഭക്തി അല്ലാതെ ഉണ്ടല്ലോ മതഭക്തി. അമ്മ സ്തോത്രം. ഇങ്ങനെ പലതും ഉണ്ട്. അമ്മ അവരാ മതത്തോടുള്ള ബന്ധത്തിൽ ആ കർമ്മത്തിനടുക്കൽ വരുമ്പോഴാണ് അവർ വിശുദ്ധിയെക്കുറിച്ച്, വേർപാടിനെക്കുറിച്ച്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതാണെന്നുള്ളത് ഓർക്കുന്നത് അപ്പോഴാണ്. പക്ഷേ ദൈവഭക്തൻ്റെ പ്രത്യേകത എല്ലാ നടപ്പിലും, എല്ലാ വഴിയിലും, എല്ലാ ആവശ്യങ്ങളുടെയും നടുവിൽ അവർ ദോഷം വിട്ടകന്ന് നടക്കുന്നവരാ. ദോഷം വിട്ടകന്ന് നടക്കുന്നതാ ദൈവഭക്തി. പള്ളി കാണുമ്പോൾ ബീഡി താഴെ ഇടുന്നത്, അപ്പൊ സ്തോത്രം, അല്ലെങ്കിൽ ആ സമയത്ത് കുടിക്കാതിരിക്കുന്നത് പള്ളി ഭക്തിയാ. നമ്മൾ പള്ളി ഭക്തരല്ല, ദൈവഭക്തരാ. കരമുടിക്കുന്നവന് സ്തോത്രം പറഞ്ഞാട്ടെ. അവളുടെ കുടുംബത്തിലോ അമ്മേൻ എന്തോ ഉണ്ടായിരുന്നു. സ്തോത്രം. വലിയ തകർച്ചയുടെ മുമ്പിലാണ് ഇപ്പോൾ അവൾ വന്ന് നിൽക്കുന്നത്. വലിയ തകർച്ചയുടെ മുമ്പിലാണ് വന്ന് നിൽക്കുന്നത്, അല്ലേ? സ്തോത്രം. അവളുടെ മക്കളെ കടക്കാർ വന്ന് പിടിച്ചോണ്ട് പോകാൻ പോവുകയാണ്. സ്തോത്രം. എനിക്കറിയാം, ഞാൻ ക്രിസ്ത്യ ജീവിതത്തിനകത്ത് പലവട്ടം അനുഭവിച്ച ഒരു കാര്യമുണ്ട്. മക്കളെ, നമ്മൾ ഈ കയറയിൽ ഇങ്ങനെ തൂങ്ങി ഏതെങ്കിലും ഒരു കെട്ടിടത്തിൽ നിന്ന്
കെട്ടിടം തീ പിടിച്ചു, താഴോട്ട് ചാടാൻ വേണ്ടി കയറിട്ടു. ആ കയറിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ചില സമയങ്ങൾ വരും. അല്ലെങ്കിൽ നമ്മൾ മരത്തിൽ നിന്ന് വീണിട്ടൊരു വള്ളിയാണ് കിട്ടിയത്. ആ വള്ളിയിൽ ഇങ്ങനെ തൂങ്ങി താഴോട്ട് പോകുന്ന ഒരു സമയം വരും. ഇതിൻ്റെ എല്ലാം അവസാനം ആ കയറ് തീരുന്ന സമയം വരും, ആ വള്ളിയുടെ അറ്റം തീരുന്ന സമയം വരും. ഇതുപോലെ ജീവിതത്തിൽ ചില സമയങ്ങൾ എല്ലാവർക്കും വരും. സ്തോത്രം. ഒരിക്കൽ കൂടെ അമ്മൻ ശ്രദ്ധിച്ച് കേട്ടോണോ. അമ്മ നമുക്കറിയാം, ഒരു വലിയ ആക്സിഡൻറ്റിൽ വണ്ടിയിൽ നിന്ന് ഉരുണ്ട് വീണ് വലിയൊരു കൊക്കയിലോട്ടാണ് വീണത്. അമ്മൻ അവിടെ നിന്ന് മരത്തിൻ്റെ അറ്റത്ത് പിടിത്തം കിട്ടി. അതിനകത്തുനിന്ന് പിന്നത്തേതിൽ ആ വള്ളിയെ തൂങ്ങിയിട്ട് ആ വള്ളിയിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഊർന്ന് പോരുന്ന ഒരു സമയം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ ഇതിൻ്റെ അറ്റം തീരരുതേ, ഇത് താഴെ കൊണ്ടുവന്നേ നിർത്താവുള്ളേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷേ ഇടയ്ക്ക് വെച്ച് അതിൻ്റെ അറ്റം തീരുന്നത് പോലെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ഭക്തന്മാരുടെ എല്ലാം ജീവിതത്തിനകത്ത് ഈ കയറിന്റെ അറ്റം തീരുന്ന, ഈ വള്ളിയുടെ അറ്റം തീരുന്ന ഒരു സമയം വരാം. ഇവരുടെ ജീവിതത്തിലും അത് വന്നു. നമുക്കറിയാം, ശിംശോൻ ഭയങ്കര ശക്തനായിരുന്നു. ശക്തനായ ശിംശോന്റെ മുമ്പിൽ വെള്ളമില്ലാതെ ആയപ്പോൾ ശിംശോൻ നിലവിളിച്ചു. എന്നാൽ ശ്രദ്ധിച്ച് കേൾക്കണമേ, കയറിന്റെ അറ്റം തീരുന്നത് പോലെ ശിംശോന്റെ ജീവിതത്തിൽ ഇനി ഞാൻ അവരുടെ കയ്യിൽ അകപ്പെടും. വെള്ളമില്ലാതെ താൻ ക്ഷീണിച്ച് അവിടെ മരിക്കുമെന്ന നില വന്നപ്പോൾ സ്വർഗത്തിലെ അപ്പച്ചന്റെ കരം അവൻ കാണാനിടയായെങ്കിൽ ഇതുപോലെ ദൈവം എല്ലാം തീരുന്ന സമയത്ത് നമുക്ക് വേണ്ടി കരം നീട്ടുന്ന ദൈവമാണ്. കരമുയർത്തി കർത്താവിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇത് നിങ്ങൾ വേദപുസ്തകം പഠിച്ചാൽ മനസ്സിലാകും. എല്ലാവരുടെയും മീൻസ് എക്സ്ട്രീമിറ്റി ഈസ് ഗോഡ്സ് ഓപ്പർച്യൂണിറ്റി എന്ന മനുഷ്യൻ്റെ അവസാന സമയം ദൈവം നോക്കുക. എന്തിനാ നോക്കുന്നതെന്ന് അറിയാമോ? ഇനി നിനക്ക് പ്രതീക്ഷയ്ക്ക് വല്ല വകയുണ്ടോ? ഇനി നിനക്ക് ആശ്രയിക്കാൻ വല്ലതും ഉണ്ടോ? ഇനി നിനക്ക് ആരെയെങ്കിലും ഫോൺ വിളിച്ച് ചോദിക്കാനുണ്ടോ? ഇനി ആരുടെയെങ്കിലും പേര് ഓർത്തെടുക്കാനുണ്ടോ? ഇനി ആരെങ്കിലും നിന്നെ സഹായിക്കാനുണ്ടോ? അപ്പൻ സഹായിക്കാനില്ല, അമ്മ സഹായിക്കാനില്ല, സഹോദരങ്ങൾ സഹായിക്കാനില്ല, ബന്ധുക്കൾ സഹായിക്കാനില്ല, ആരും സഹായിക്കാനില്ലാത്ത ഒരു സമയം എല്ലാവരുടെയും ജീവിതത്തിൽ വരും. യോബിന്റെ ജീവിതത്തിൽ വന്നതുപോലെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇതുപോലൊരു സമയം വരും. ആ സമയം എന്തിനാണെന്നറിയാമോ? താഴെ ഒരു ശാശ്വത ഭുജമുണ്ട്, അത് മനസ്സിലാക്കാനാ. താഴെ ഒരു ശാശ്വത ഭുജം നിന്നെ താങ്ങാനുണ്ട്, അത് തിരിച്ചറിയാനാ ദൈവമാ അനുഭവം വരുത്തുന്നത്. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലും ഇതുപോലെ ആ കരം പലവട്ടം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് അനുഭവിച്ച സമയമെന്ന് പറയുന്നത്, ഒരു പുതിയ കാർ എടുത്തു. ആ പുതിയ കാറുമായിട്ട് ആദ്യത്തെ യാത്രയിൽ തന്നെ വണ്ടി ആക്സിഡൻ്റായി. സ്വന്തം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ ചെന്നപ്പോൾ ഇൻഷുറൻസ് തരത്തില്ല എന്നവർ പറഞ്ഞു. ആ വണ്ടി സ്വന്തം അവരുടെ വർക്ക്ഷോപ്പിലേക്ക് കയറ്റിയിട്ടിട്ട് സ്വന്തം എല്ലാ മാസവും പേയ്മെൻ്റ് അടയ്ക്കണം. ഒരു മാസം അടയ്ക്കാൻ പറ്റിയില്ല, 3 മാസം പറ്റിയില്ല, 6 മാസം പറ്റിയില്ല, 1 വർഷം പറ്റിയില്ല. വക്കീൽ നോട്ടീസുകൾ വരാൻ തുടങ്ങി, കേസിന്റെ കാര്യങ്ങൾ വരാൻ തുടങ്ങി, പല കാര്യങ്ങളും ഭയങ്കര ബലമായി തുടങ്ങി. അടയ്ക്കാൻ ഒരു വഴിയുമില്ലാത്ത സമയം, എല്ലാം തീർന്ന ജയിലിൽ പോകേണ്ടി വരാം എന്ന നിലയിൽ വന്നു നിന്ന സമയത്ത് അവർ കീഴെയുള്ള ശാശ്വത പൂജ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നു. ഒരു വിസ ദൈവം എനിക്ക് സ്റ്റാമ്പ് ചെയ്ത് തന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവരോട് വിളിച്ചു പറയാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലത് പിടിച്ചോണ്ട് പോകുന്ന ഒരു അനുഭവത്തിൽ വന്നെത്തിയിട്ടുണ്ടെങ്കിൽ സ്തോത്രം. ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ എക്സ്ട്രീമിറ്റി തമ്പുരാൻ കൊണ്ടുവരുന്നത് എക്സ്ട്രീം ലെവലിൽ നമ്മൾ വന്നെങ്കിൽ തമ്പുരാൻ്റെ ബിഗിനിങ് ആരംഭിക്കുക, ദൈവത്തിൻ്റെ തുടക്കം ആരംഭിക്കുകയാണ്. സ്തോത്രം. ഇവളുടെ ജീവിതത്തിൽ ആമേൻ അവൾക്കത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ്. പക്ഷേ അവളുടെ ജീവിതത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അവളുടെ ജീവിതത്തിൽ ദൈവഭക്തിയുണ്ട്, ദൈവാശ്രയമുണ്ട്. കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞ് സ്തോത്രം. സ്തോത്രം. അവിടെ രണ്ടാമത്തെ വാക്യത്തെ ഒന്ന് വായിച്ചേ, രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മോളെ അത് മൈക്രോഫോണിൽ കൊണ്ട് വായിച്ചു.
മോള് മലയാളത്തിൽ വായിച്ചു ഓണാന്നില്ലേ? ആ. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. സ്തോത്രം. രണ്ട് ചോദ്യം. എന്ത് ചെയ്യണം? സ്തോത്രം പറഞ്ഞേ. ആമേൻ. എന്തുണ്ട്? ശബ്ദം ഒരു സ്തോത്രം പറഞ്ഞേ. നീ നിങ്ങൾ ശ്രദ്ധിച്ചേ, ചോദിക്കുന്ന ചോദ്യം ഇതാ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? നിന്റെ വക്കൽ എന്തുണ്ട്? എപ്പോഴും ദൈവം നമ്മളോട് ചോദിക്കുന്നത് അതാ. നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പം, നമ്മൾ വിടുതലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം, നമ്മൾ അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ദൈവത്തിന് ചോദിക്കാനുള്ള ചോദ്യം ഇതാ, ഞാൻ എന്നാ ചെയ്യണ്ടേ? നിന്റെ വക്കൽ എന്നാ ഉള്ളേ? സ്വതന്ത്രം പറഞ്ഞേ. ശബ്ദം ഒരു സ്വതന്ത്രം പറഞ്ഞേ. അമ്മൻ അവൾ പറഞ്ഞ അവിടെ ആ ഭാഗം എന്ന് പറയുന്നത് മൂന്നാമത്തെ അതിന്റെ അടുത്ത ഭാഗം കൂടെ വായിച്ചു. നമ്മളെ രണ്ടിന്റെ അടുത്തും കൂടെ. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. കണ്ടോ, ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നും എൻ്റെ വീട്ടിലില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, സോദര ശ്രദ്ധിച്ചേക്കണേ. നമ്മുടെ വിടുതലിന് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിലുണ്ട്. സോദര എല്ലാവരും ഇങ്ങനെ ചങ്കയിൽ നിന്ന് കൈവച്ചേ പറഞ്ഞേ, ഈ വീടിനകത്ത് നമ്മുടെ വിടുതലിന് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. ഉറക്കെ പറഞ്ഞേ, ഈ വീടിനകത്ത് നമ്മുടെ വിടുതലിന് ആവശ്യമുള്ളത് എല്ലാം ഉണ്ട്. അത് മനസ്സിലാക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ട്. നമ്മൾ നോക്കുമ്പോൾ എന്നതാ സോദരം, അമ്മേ എൻ്റെ വീടിനകത്ത് കടക്കാരാ, എൻ്റെ വീട് കടം കൊണ്ട് പൊറുതിമുട്ടിരിക്കുക. സ്തോത്രം. ഇപ്പം കടക്കാർ വന്ന് പിടിച്ചോണ്ട് പോകാൻ പോവുകയാ. സ്തോത്രം. വീടിനകത്ത് അമ്മ പ്രശ്നങ്ങളാ, കരച്ചില്ല, മരണമാ, കടമാ. അമ്മ സ്തോത്രം. പക്ഷേ ഉള്ളത് പലതും കാണാറില്ല. ഒരു സ്തോത്രം പറഞ്ഞേ. അമ്മേൻ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ തമാശയ്ക്ക് ചിലരോട് പറയുകയെ, തമാശയ്ക്ക്. സ്തോത്രം. അവർക്ക് കാറുണ്ട്, ബാങ്കിൽ കാശുണ്ട്, മന്ത്രിയായിട്ട് പിടിപാടുണ്ട്, അവർക്ക് വലിയ വലിയ ആൾക്കാരുമൊക്കെ ആയിട്ട് ആ ചെങ്ങാത്തം. പിന്നെ പാവം നമുക്കുള്ളത് കർത്താവ് മാത്രമേ ഉള്ളൂ. സ്തോത്രം എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? അവർക്ക് കാശുണ്ട്, അവർക്ക് വണ്ടിയുണ്ട്, അവർക്ക് വലിയ കെട്ടിടമുണ്ട്, അവർക്ക് കളക്ടർ പിടിപാടുണ്ട്, മന്ത്രിയെ പിടിപാടുണ്ട്. നമുക്ക് പിന്നെ പാവം നമുക്ക് പിടിപാടുള്ളത് ആകെപ്പാടെ ദൈവം മാത്രമാണ്. അയ്യോ, ആ പറഞ്ഞത് എന്നാന്ന് നമുക്കറിയത്തില്ല. കുഞ്ഞ, നീ പറഞ്ഞ എന്നാന്നറിയാമോ? മന്ത്രിയെക്കാളും വലിയ, കളക്ടറെക്കാളും വലിയ, കാശിനേക്കാളും വലിയ, സകലത്തെക്കാളും വലിയ ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്നാ നീ പറഞ്ഞത്. നീ എങ്ങനെയാ പറഞ്ഞേ? നമ്മൾ പറയുന്നത് എങ്ങനെയാ? പ്രശ്നങ്ങളെല്ലാം വലുതാ, സൊല്യൂഷൻ എന്ന് പറയുന്ന ദൈവം ചെറുതാ. എന്റെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ മേലാത്ത എന്റെ പ്രശ്നം മല പോലത്തെ പ്രശ്നമാണ്. സ്തോത്രം. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയം എന്ന് പറയുന്നത് അവൻ പർവ്വതം പോലത്തെ വിഷയവാസേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കൂട്ടത്തിൽ പറയാം, ആകെ എൻ്റെ കയ്യിലുള്ളത് അവൻ യേശു മാത്രമാ, പരിശുദ്ധാത്മ മാത്രം. നമ്മൾ അതിനെ അങ്ങ് കൊച്ചാക്കി പറയുകയാ. എൻ്റെ പൊന്ന ദൈവവൈദ്യരെ തിരിച്ചു പറയണം, എൻ്റെ മുമ്പിൽ മഹാപർവ്വതമുണ്ട്, എന്നാൽ അതിൻ്റെ പരിഹാരമായിരിക്കുന്ന അവൻ സ്വതന്ത്ര എണ്ണ എൻ്റെ അകത്തുണ്ട്, അവൻ യേശുവിൻ്റെ അകത്തുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അകത്തുണ്ട്, ദൈവകൃപ എൻ്റെ അകത്തുണ്ട്, ദൈവഭയം എൻ്റെ അകത്തുണ്ട്, ദൈവാനുഗ്രഹം എൻ്റെ അകത്തുണ്ട്. പറയേണ്ടത് പ്രശ്നം വലുതാണെന്നോ അവൻ സൊല്യൂഷൻ ചെറുതാണെന്നുമല്ല. സ്തോത്രം പറഞ്ഞാട്ടെ. ശബ്ദം ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. ഇപ്പം ഇവിടെ രണ്ടാമത്തെ വാക്യത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് ചോദിക്കാം, ഞാൻ നിനക്ക് എന്നാ ചെയ്യണ്ടേ? സ്തോത്രം. നിന്റെ വക്കൽ എന്നാ ഉള്ളേ? കുഞ്ഞ, നിന്റെ വക്കൽ എന്നാ ഉള്ളേ? കുറെ ബന്ധുക്കളുടെ ഫോൺ നമ്പരാണോ? കുറെ വക്കീലിൻ്റെയും പോലീസുകാരുടെയൊക്കെ ഫോൺ നമ്പരാണോ? നിന്റെ വക്കൽ എന്നതാ ഉള്ളേ? സ്തോത്രം. നിന്റെ വക്കലുള്ളത് ആമേൻ
നോക്കിയേച്ച് എൻ്റെ പക്കലുള്ളത് കുറേ കടവാ, എൻ്റെ പക്കലുള്ളത് കുറേ പ്രശ്നങ്ങളാണ്, എൻ്റെ പക്കലുള്ളത് കുറേ പ്രതികൂലങ്ങളാണ്, എൻ്റെ പക്കലുള്ളത് കുറേ നിരാശയാണ്, എൻ്റെ പക്കലുള്ളത് കുറേ ദുഃഖമാണെന്നല്ല. സൂക്ഷിച്ച് നോക്കിക്കേ, നിന്റെ അകത്ത് തന്നെ അതിനുള്ള മറുപടിയുണ്ട്. തൂത് മനസ്സിലാക്കണം, നിന്റെ അകത്ത് തന്നെ നീ ചോദിച്ച വിഷയത്തെ അത്ഭുതകരമായി പരിഹരിക്കുവാൻ, നിന്റെ ആവശ്യങ്ങളെ അത്ഭുതകരമായി പരിഹരിക്കുവാൻ, ഒന്നുമില്ലാതെ തുടങ്ങിയ നിന്നെ എല്ലാം ഉള്ളതാക്കി പരിഹരിക്കുവാൻ കഴിവുള്ള ഒന്ന് നിന്റെ അകത്ത് തന്നെയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. നിന്റെ അകത്ത് തന്നെ പരിഹാരമുണ്ട്. നിന്റെ വിശ്വാസത്തെ നീ മനസ്സിലാക്കണം. നിന്റെ അകത്ത് യേശു ഉണ്ടോ, നിന്റെ അകത്ത് വചനമുണ്ടോ, നിന്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ടോ, നിനക്ക് വാഗ്ദത്തമുണ്ടോ, നിന്റെ അകത്ത് ഉണ്ടെങ്കിൽ മോനെ വിഷയം മല പോലെ ആയിക്കോട്ടെ, മോളെ നിന്റെ പ്രശ്നം മഹാപർവ്വതം പോലെ ആയിക്കോട്ടെ, നീ നിന്റെ അകത്തോട്ടൊന്ന് നോക്കിക്കേ, എന്നാ ഉള്ളേന്ന് നീ നിന്റെ അകത്തോട്ട് നോക്കിക്കേ. എന്നിട്ട് അതിനെ നിസാരമായി കാണരുത് കേട്ടോ. ദൈവബന്ധത്തെ നിസാരമായി കാണരുത്. ആ എണ്ണയെ നിസാരമായി കാണരുത്. ആ എണ്ണ നിന്റെ മുഖത്തെ മെനുക്കാനുള്ള എണ്ണയാ, ആ എണ്ണ നിന്നെ തിളക്കാനുള്ള എണ്ണയാ. ദൂത് മനസ്സിലാകുന്നവർക്കായി സ്വതന്ത്രം. നിന്റെ അകത്ത് ദൈവം തന്ന സ്വപ്ന, നിന്റെ അകത്ത് ദൈവം തന്ന ദർശന, നിന്റെ അകത്തളങ്ങളിൽ ദൈവം തന്ന അഭിഷേകം, നിന്റെ അകത്തളങ്ങളിൽ ദൈവം തന്ന വിശ്വാസം, നിന്റെ അകത്തളങ്ങളിൽ ദൈവം തന്ന ദൈവവചന അറിവ്, നിന്റെ അകത്തളങ്ങളിൽ ദൈവം തന്ന അവന ദൈവാനുഗ്രഹത്തെ നീ ചെറുതായി കാണരുത്. നിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാൻ അതിന് കഴിയും. നിന്റെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുവാൻ നിന്റെ അകത്തളങ്ങളിലുള്ള എണ്ണയ്ക്ക് കഴിയും. നിന്റെ കടഭാരത്തെ മാറ്റുവാൻ നിന്റെ അകത്തളങ്ങളിലുള്ള എണ്ണയ്ക്ക് കഴിയും. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അകത്തളത്തിലെ എണ്ണയ്ക്ക് കഴിയും. നിന്റെ രോഗം സൗഖ്യമാക്കുവാൻ അകത്തളത്തിലെ എണ്ണയ്ക്ക് കഴിയും. നിനക്ക് വഴി തുറക്കാൻ അകത്തളത്തിലെ എണ്ണയ്ക്ക് കഴിയും. സ്തോത്രം. നമ്മുടെ അകത്തോട്ട് നോക്കിയിട്ട് ഇവിടെ പ്രവാചകൻ ചെയ്യുന്നത് അവളിലുള്ളത് കാണാൻ അവളെ സഹായിക്കുക അല്ലേ. ഞാൻ നിനക്ക് എന്നാ ചെയ്യണ്ടേ? നിന്റെ പക്കൽ അവളിലുള്ളത് കാണാൻ സഹായിക്കുക. ഒന്നാമത് നമ്മളിലുള്ളത് നമ്മൾ കാണണം. സ്തോത്രം പറഞ്ഞേ. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 33:3. ആ ആരെങ്കിലും ചെറിയ കാര്യമാണോ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമാരുള്ളൂ. നിനക്കറിയാത്തതും മഹത്തായതോ അഗോചരവുമായ കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിച്ചു. അപ്പം ചെറിയ കാര്യമാണോ ഈ ബന്ധം? ഡോക്ടർമാർക്ക് കഴിയത്തില്ല, വക്കീലിന് കഴിയത്തില്ല, രാഷ്ട്രത്തിലെ ഒരു സയന്റിസ്റ്റിനും കഴിയത്തില്ല. എന്നാൽ കർത്താവ് പറയുക, നീ എത്ര വലിയ പ്രശ്നത്തിലാണില്ല, നിന്റെ ആഗ്രഹം എന്ത് തന്നെയായിരുന്നാല, നിന്റെ ദർശനം എന്ത് തന്നെയായിരുന്നാല, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുള. നിനക്കറിയാത്ത മഹത്തായ അഗോചരമായ കാര്യം ഞാൻ നിന്നെ അറിയിക്കാം. തമ്പുരാൻ പറയുകയാ, ഈ ബന്ധം വലുതാ, നിന്റെ അകത്തുള്ള ബന്ധം വലുതാ. എവിടെയാ തടസ്സമെന്ന് ദൈവം പറഞ്ഞു തരും, എവിടെയാ വഴിയെന്ന് ദൈവം പറഞ്ഞു തരും, എങ്ങനെയാ പ്രവർത്തിക്കേണ്ടതെന്ന് ദൈവം പറഞ്ഞു തരും, ആരെയാ കാണേണ്ടതെന്ന് ദൈവം പറഞ്ഞു തരും, ഏത് രീതിയിൽ അതിന്റെ മേൽ ജയമെടുക്കേണ്ടതെന്ന് ദൈവം പറഞ്ഞു തരും. വിളിച്ചപേക്ഷിക്കുക. അകത്തളത്തിലേക്ക് നോക്കൂ. നിനക്ക് വിളിച്ചപേക്ഷിക്കാൻ ഒരാളില്ലേ? നിനക്ക് നിലവിളിക്കാൻ ഒരാളില്ലേ? അകത്തോട്ട് നോക്ക. സ്വതന്ത്ര നീ അകത്തോട്ട് നോക്കിയേ. നിന്റെ രാജാവാകത്തില്ലേ? സ്തോത്രം. നിന്റെ മന്ത്രി മരിച്ചു പോയോ?
പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമാ, നീ ഇങ്ങനെ നിലവിളിക്കുന്നത് എന്തിനാ? നീ ഇങ്ങനെ നിലവിളിക്കുന്നത് എന്തിനാ? അപ്പൊ നീ നിന്റെ അകത്തോട്ടൊന്ന് നോക്കിക്കേ. നിന്റെ രാജാവ് അകത്തില്ലയോ? നിന്റെ മന്ത്രി മരിച്ചു പോയോ? ഇന്ന് അകത്തളങ്ങളിൽ രാജാവുണ്ടെന്ന് ഉറപ്പുള്ളവരാ. അകത്തളങ്ങളിൽ രാജാവുണ്ടെന്ന് ഉറപ്പുള്ളവരാ. കർത്താവുണ്ടെന്ന് ഉറപ്പുള്ളവരാ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു അകത്തുണ്ടെന്ന് ഉറപ്പുള്ളവരാ. സേനയിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഉറപ്പുള്ളവരാ. ദൈവത്തെ ആരാധിക്കട്ടെ. വിളിച്ചപേക്ഷിക്കൂ, ഞാൻ നിനക്ക് ഉത്തരമരുളാം. സ്വതം കുഞ്ഞുങ്ങളെ, നമ്മൾ നമ്മുടെ വ്യക്തിപരമായ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. സ്വതം പറഞ്ഞാട്ടെ. സ്വതം വ്യക്തിപരമായ വിശ്വാസം വർദ്ധിപ്പിക്കണം. ഇന്നലകളിൽ പ്രാർത്ഥിച്ചിട്ട് അത്ഭുതം കണ്ടിട്ടുള്ളവർ, അവർക്കാണ് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. ആമേൻ. നമുക്കറിയാം യുക്തിവാദികളും അങ്ങനെ മണ്ടന്മാർ പലരോ ആമേൻ സ്തോത്രം പലതും വിളിച്ച് പറയോ. ആമേൻ സ്തോത്രം. ആമേൻ. പ്രാർത്ഥന കൊണ്ട് മല മാറുമെന്നാണ് യേശു പറഞ്ഞത്. എന്നാൽ കടുകുമണി പോലും മാറത്തില്ലെന്ന് ചില മണ്ടന്മാർ വിളിച്ച് പറയുമ്പോൾ ഇവിടെ മുഴ മാറുന്നുണ്ട്. ആമേൻ സ്തോത്രം. ഇവിടെ ക്യാൻസർ മാറുന്നുണ്ട്. ആമേൻ സ്തോത്രം. ഇവിടെ കിഡ്നിയുടെ ഫെയിലിംഗ് മാറുന്നുണ്ട്. ഹാർട്ടിന്റെ ബ്ലോക്ക് മാറുന്നുണ്ട്. ആമേൻ സ്തോത്രം. അനുഭവമുള്ളവർക്കായി സ്തോത്രം ചെയ്യുകയാ. ഒരിക്കൽ കൂടി വിളിച്ചു പറയാ, മലയും കടുകുമണിയുമല്ല ദൈവത്തിന്റെ വിഷയം. ദൈവത്തിന്റെ വിഷയം നിന്റെ മുമ്പിലുള്ള പോരാട്ടമാ. വിളിച്ചപേക്ഷിക്ക. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു യുക്തിവാദിയുടെ പ്രസംഗം കേട്ടു. ആ യുക്തിവാദിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാ, അപസ്തോത്രം ആമേൻ, യേശു കർത്താവ് പറഞ്ഞു, വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകാൻ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അപസ്തോത്രം മാറി കടലിൽ ചെന്ന് വീഴാ. എന്നിട്ട് അദ്ദേഹം പറയുകയാ, അപസ്തോത്രം, ഇവിടെ ഒരാളെ പ്രാർത്ഥിക്കാൻ വിളിച്ചേച്ച അയാളോട് ഒരു കടുകുമണി വെച്ചേച്ച അതൊന്ന് മാറാൻ പറഞ്ഞാൽ പ്രാർത്ഥന കൊണ്ട് മാറത്തില്ല. കളിയാക്കി പറയുകയാ. എന്നാൽ പെന്തക്കോസ്തുകാരാ, ജീവനുള്ള ദൈവത്തിന്റെ മക്കളാ, സന്തോഷത്തോടെ പറയാം, ഞങ്ങൾക്ക് അനുഭവമാകട്ടോ. ഞങ്ങൾക്ക് അനുഭവമാ. മല മാറിയ അനുഭവമല്ല, കടുകുമണി മാറിയ അനുഭവമല്ല, മുഴ മാറിയ അനുഭവ, ക്യാൻസർ മാറിയ അനുഭവ, കിഡ്നിയുടെ ഫെയിലിംഗ് മാറിയ അനുഭവ, ഹാർട്ടിന്റെ ബ്ലോക്ക് മാറിയ അനുഭവ, തടസ്സങ്ങൾ മാറിയ അനുഭവ. വ്യക്തിപരമായി നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. നിന്റെ അകത്തല്ല ഉള്ളേ. നിന്റെ പക്കൽ എന്നാ ഉള്ളേ? നിന്റെ പക്കൽ എന്നാ ഉള്ളേ? ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ശബ്ദം ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഉച്ചത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. അപ്പോൾ ഒന്നാമത് വ്യക്തിപരമായി നമ്മുടെ വിശ്വാസത്തെ നാം വർദ്ധിപ്പിക്കണം. രണ്ടാമത് നമ്മുടെ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കണം. രണ്ടാമത്തെ കാര്യം അദ്ദേഹം ചെയ്തത് അതാ. മൂന്നാമത്തെ വാക്യം വായിച്ചേ. മൂന്നാമത്തെ വാക്യം. അതിനവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും നിന്റെ അയൽക്കാരോടൊക്കെയും പെരുമ്പാത്രങ്ങൾ വായ്പ വാങ്ങുക. എന്റെ ദൈവമേ, നിങ്ങൾ ആലോചിച്ച് നോക്കി. എല്ലാവരും നോക്കിക്കേ. രണ്ടാമത് എന്നാ ചെയ്യണ്ടേ മക്കളെ? ഒന്നകത്ത് ഉറപ്പ് വേണം. ഞാൻ ഇങ്ങനെയൊന്നും കിടക്കത്തില്ല. സ്തോത്രം. അകത്ത് ഉറപ്പ് വേണം. എൻ്റെ ദൈവം എന്നെ വിളിച്ചത് വലിയ കാര്യത്തിനാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഈ പ്രസംഗത്തിനൊരു ഹെഡ്ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ആ ഹെഡ്ടൈറ്റിൽ ഇങ്ങനെയായിരിക്കണം. എന്താണെന്നറിയാമോ? ഒന്നുമില്ലാതെ മൈനസിൽ നിന്ന് ആരംഭിച്ച പോസിറ്റീവിൽ അവസാനിപ്പിക്കുക. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം. കടം മാത്രമാ മൈനസിൽ ആരംഭിച്ചതാ. പക്ഷെ രാത്രി അവസാനിക്കാൻ നേരത്ത് കടങ്ങളെല്ലാം മാറിയെന്ന് മാത്രമല്ല, ഉപജീവനത്തിന്റെ വഴിയും കൂടെ തുടങ്ങുമെങ്കിൽ നിന്റെ തുടക്കം മൈനസിലായിരിക്കാം. നിന്റെ അവസാനം സ്തോത്രം പ്ലസില. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം ചെയ്യുകയാ. മോനെ, തുടങ്ങിയത് എവിടെയാ? തുടങ്ങിയത് മൈനസിൽ. കടം.
കടംകാരന് അപസ്വതം ഇതാ പിടിച്ചുകൊണ്ട് പോകാൻ പോവുകയാ. അതുപോലെയുള്ള കടത്തിലാ തുടങ്ങിയത്. അവസാനിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഈ ചരിത്രം അവസാനിക്കുന്നത് കടത്തിലല്ല കേട്ടോ, കടം മാറിയതിലുമല്ല. അവൻ ഉപജീവനത്തിനുള്ള ഒരു പുതുവഴിയൂടെ തുറന്നിട്ട് അവൻ ഒന്നുകൂടെ വിളിച്ചു പറയും, ഇതാ ഭക്തന്മാരുടെ ജീവിതം. അവൻ എൻ്റെ കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ നീ ഒന്നുമില്ലാതെ വരുന്നത്, ഭക്തിയോടെ വരുമ്പോൾ ചില തകർച്ചകൾ നിനക്ക് പറയാൻ കാണാം, ചില നിരാശകൾ നിനക്ക് പറയാൻ കാണാം, ചില സങ്കടങ്ങൾ നിനക്ക് പറയാൻ കാണാം. പക്ഷെ നിന്റെ അകത്ത് യേശു ഉണ്ടെങ്കിൽ, നിന്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ, നിന്റെ അകത്ത് ദൈവകൃപയുണ്ടെങ്കിൽ, അകത്ത് ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ ദൂത് മനസ്സിലാക്കിക്കോണം, വിശ്വാസത്തിൽ ശക്തിപ്പെടണം. ക്ഷീണിച്ചും തളർന്നും പോകരുത്, ക്ഷീണിച്ചും തളർന്നും പോകരുത്, നിരാശപ്പെട്ട് പോകരുത്, സങ്കടപ്പെട്ട് പോകരുത്. അവസ്ഥ എൻ്റെ പൊന്നു കുഞ്ഞെ, നീ അടുത്തത് രണ്ടാമത്തെ കാര്യമാണ് വിശ്വാസത്തിൽ എല്ലാം നടന്ന് വിശ്വാസം പറയാൻ പറയുക. ശരിക്കും പറഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞതെന്നറിയാമോ? നീ എല്ലാ വീട്ടിലും നടന്ന് നിന്റെ വിശ്വാസം പറ. നീ എല്ലാ വീട്ടിലും നടന്ന് നിന്റെ വിശ്വാസം പറ, പിറുപിറുപ്പ് പറയാതെ പറ. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ചെന്നിച്ചതേ പാത്രം ചോദിക്കാൻ പോവാം, ഒരു വീട്ടിൽ അടുത്ത വീട്ടിൽ കയറി നമ്മൾ പാത്രം ചോദിക്കാൻ പോവാം. അടുത്ത വീട്ടിലോട്ട് നമ്മൾ കയറി വെച്ച്, ചേച്ചി ഒരു പാത്രം വേണം കേട്ടോ. ഉടനെ ചോദിക്കുമല്ലോ പാത്രം എന്തിനാണെന്നോ. സ്തോത്രം. ഇപ്പോൾ ഉടനെ തന്നെ ആയിരിക്കും പറയുന്നത്, ഒരു ഭ്രാന്തൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു, അല്ലെ ഒരു ഭ്രാന്തൻ്റെ അടുക്കാൻ ഞാൻ പോയി, ആ ഭ്രാന്തൻ പറഞ്ഞു കടം മാറാൻ വേണ്ടിയിട്ട് സ്തോത്രം കുറേ പാത്രം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മേടിച്ചോളാൻ പറഞ്ഞു. ആ ഭ്രാന്തൻ്റെ വാക്ക് കേട്ട് വന്ന അങ്ങനെ പറയുമോ? ചിലരൊക്കെ അങ്ങനെ പറയും. സ്തോത്രം. ഒന്നും നടക്കാനും പോകുന്നില്ല. സ്തോത്ര. മനസ്സിലായോ? ആമേൻ. കടം അങ്ങേയറ്റം വന്ന് നിൽക്കുമ്പോൾ വീടിനകത്ത് കയറിയിട്ട് പറയാൻ പോകുന്നു, പാത്രം ചോദിക്കുമ്പോൾ അമ്മ ചേച്ചി ഒരു പാത്രം എന്താ, മോനെ ഒരു പാത്രം എന്താ എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും, അമ്മ എന്തിനാ കുഞ്ഞെ പാത്രം? അമ്മ അവിടെയാണെങ്കിൽ കടക്കാരെ കൊണ്ട് പൊറുതി നിൽക്കുകയല്ലേ നിന്റെ വീട്ടിൽ, എങ്ങും വരുന്നത് കാണാമല്ലോ. ചിലരൊക്കെ ഈ സഫെന്നും പറഞ്ഞ് മുത്തൂറ്റെന്നും പറഞ്ഞ അമ്മ സ്വതന്ത്രം അവിടുത്തെ കടവും ഇവിടുത്തെ കടവും പറഞ്ഞുകൊണ്ട് പലരും വരുന്നത് എന്നും കാണുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ നിന്റെ വീട്ടിൽ പാത്രം? ഈ പാത്രമല്ല എന്തിനാ? ഒരു ദൂത് പറയാനുണ്ട് തിരിച്ചാ. അപസ്തോത്രം. ഞാൻ സേവിക്കുന്ന എൻ്റെ യജമാനൻ സേവിച്ച, എൻ്റെ ഭർത്താവ് സേവിച്ച എൻ്റെ ആര്യമനാഥനുണ്ടല്ലോ, ആ ആര്യമനാഥൻ്റെ ശബ്ദം എന്നോട് ഇടപെട്ടു. അപസ്തോ എൻ്റെ കടം മാറാൻ പോവുകയാ, എൻ്റെ കടം വീട്ടാൻ എൻ്റെ ദൈവം വഴി പറഞ്ഞു തന്നിരിക്കുകയാ. എൻ്റെ ദൈവമായ കർത്താവ് ദൂത് പറഞ്ഞിട്ടുണ്ട്, അവൻ ദൈവം സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വഴിയെ നടന്ന് പറയണോ, എൻ്റെ ദൈവം അത്ഭുതം ചെയ്യും, എൻ്റെ ദൈവം എനിക്ക് കരുതും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും, എൻ്റെ ദൈവത്തിൻ്റെ കരുതൽ ഞാൻ കാണും, എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. നടന്ന് പറയണം, നടന്ന് പറയണം. ഓരോ വീട്ടിലും കയറി പറയണം, എൻ്റെ വീട് അത്ഭുതത്തിൻ്റെ വീടാകാൻ പോകുക, എൻ്റെ വീടിനകത്തെ പ്രശ്നങ്ങൾ മാറാൻ പോവുകയാ, എൻ്റെ പ്രതികൂലങ്ങൾ മാറാൻ പോവുകയാ, എൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാ. നടന്ന് പറയണം. കാരണം യേശു എൻ്റെ വീട്ടിലുണ്ട്, യേശു എന്നോട് സംസാരിക്കുന്നുണ്ട്. ഫോൺ വിളിച്ച ഉടനെ ഒരു രക്ഷയില്ല. ഇതിലോട് ആരെങ്കിലും കണ്ടോ ഉടനെ ഒന്നും പറയണ്ടെന്നേ, ചത്തില്ലെന്നേ ഉള്ളൂ, ഇങ്ങനെ ജീവിച്ചിരിക്കുക. ആരെങ്കിലും കണ്ടാ ഉടനെ, ആരോടെങ്കിലും വർത്താനം പറയാൻ ഉടനെ കടം കൊണ്ട് പൊറുതി കുട്ടിക്ക് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്നേ. അമ്മ ഇങ്ങനെയൊക്കെ നീ പറയാൻ തുടങ്ങിയ കുഞ്ഞെ, നിന്റെ ജീവിതത്തിനകത്ത് ഒരു നന്മയും കാണത്തില്ല കേട്ടോ. തിരിച്ചറിഞ്ഞോണോ, നിന്റെ ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു അത്ഭുതമായി മാറാനുള്ളതാ. നിന്റെ ജീവിതം എല്ലാവർക്കും ഒരു അത്ഭുതമായി മാറാനുള്ളതാ. ഞാൻ ഇന്ന് തീയിലൂടെയാ പോകുന്നതാ, പക്ഷെ ആ തീ എന്നെ ദഹിപ്പിക്കത്തില്ല. ഞാൻ എൻ്റെ വെള്ളത്തിലൂടെയാ പോകുന്നതാ, പക്ഷെ ആ വെള്ളം എന്നെ കവിയത്തില്ല. അവസ്ഥ വിളിച്ചു പറയാൻ ധൈര്യമുള്ളവർക്കായി പ്രവാചകം പറയുകയാ, നീ കയറി പറ, നീ വിളിച്ചു പറ, എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാ. നിനക്കറിയാം, നമുക്കറിയാമല്ല ഞെട്ടാ കുഞ്ഞുങ്ങളെ, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടതിന് ശേഷം നാട്ടുകാരോട് സാക്ഷ്യം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല.
നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടതിന് ശേഷം നാട്ടുകാരുടെ അടുത്ത് പറയും, ഞാൻ വലിയ പ്രശ്നത്തിലായിരുന്നു കേട്ടോ, ദൈവം എന്നെ വിടുവിച്ചു. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. നീ പ്രതികൂലത്തിലൂടെ പോകുമ്പോൾ പറയണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വലുത് ചെയ്യാൻ പോവുക. നീ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ പറയണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാം. അവസരം ആർക്കും തടയാൻ ഒക്കത്തില്ല. എൻ്റെ ദൈവത്തിൻ്റെ വഴി തടയാൻ ആർക്കും പറ്റത്തില്ല. നീ പ്രശ്നങ്ങളിലും പ്രതിസന്ധിയിലുമായിരിക്കും പറയണം, എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കും. അത് തടയാൻ ആർക്കും ഒക്കത്തില്ല. എൻ്റെ ദൈവം എനിക്ക് വഴി തുറക്കും. അത് തടയാൻ ആർക്കും ഒക്കത്തില്ല. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കും. അത് തടയാൻ ആർക്കും ഒക്കത്തില്ല. നിങ്ങൾ കണ്ടോ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? അങ്ങനെ പറയുന്നതിന് പേരാ ഭക്തി. കുഞ്ഞേ, സ്വന്തം ചങ്ക കഴിച്ച് ഞാനടക്കം സ്വന്തം ചങ്ക കൈവച്ചേച്ച് എൻ്റെ ദൈവം എനിക്ക് ദോഷം ചെയ്യത്തില്ല, എൻ്റെ ദൈവം എനിക്ക് നല്ലതേ ചെയ്യത്തുന്നുള്ളതെന്ന് പറയാൻ പറ്റുമെങ്കിൽ അതിൻ്റെ പേരാ വിശുദ്ധ ജീവിതം. ആമേൻ. ഒന്നുകൂടെ മനസ്സിലാവുന്ന ഭാഷ പറയാം, എൻ്റെ ദൈവം എനിക്കൊരു ദോഷവും ചെയ്യത്തില്ല, എൻ്റെ ദൈവം എനിക്കെല്ലാം നല്ലതേ ചെയ്യത്തുള്ളൂ. അത് പറയാൻ പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ ആ ജീവിതത്തിൻ്റെ പേര് വിശുദ്ധ ജീവിതമെന്ന. അതുണ്ടായിരുന്ന ഒരു ഭക്തനെ ഞാൻ വിളിച്ച് പറയാം. യോബ് എന്ന് പറയുന്ന ഭക്തൻ പറയുകയാ, അവസ്ഥ ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണാം, അവൻ്റെ പൊന്നുപോലെ പുറത്തു വരാം. അവസ്ഥ ഈ തീയിലൂടെ കടന്നു പോകുന്ന എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്, ഞാൻ പുറത്തിറങ്ങി വരുമ്പോ കരിവാളിച്ചു വരത്തില്ല. അവസ്ഥ പുറത്തിറങ്ങി വരുമ്പോൾ ക്ഷീണിച്ചു വരത്തില്ല. ഞാൻ പുറത്തിറങ്ങി വരുമ്പോൾ പൊന്നുപോലെ പുറത്തു വരും. ഒന്നാമത് അവളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ തമ്പുരാൻ പറഞ്ഞു, നിന്റെ അകത്ത് രാജാവില്ലേ? നീ ചോദിച്ചാൽ ദൈവം ഉത്തരം തരത്തില്ലേ? നീ വിചാരിച്ച എണ്ണ വെറും ചുമ്മാ എണ്ണ എന്ന് പറഞ്ഞാൽ വിലയിലെന്നാണോ നീ വിചാരിച്ചേ? സ്തോത്രം. നീ വിചാരിച്ച ദൈവഭക്തിക്ക് വിലയിലെന്നാണോ നീ വിചാരിച്ചേ? സ്തോത്രം. നീ വിചാരിച്ചതോ നിന്റെ വീടിനകത്ത് ഒരു ശുശ്രൂഷക്കാരനുണ്ടെങ്കിൽ ആ വീട് എത്ര അനുഗ്രഹിക്കപ്പെട്ടതാ? അത് മറന്നു കളയാൻ അനീതിയുള്ള ദൈവം അല്ലേ ദൈവം? നീ വിചാരിച്ച ദൈവത്തിന് വേണ്ടി നിന്നതാണെങ്കിൽ നീ എന്നാ വിചാരിച്ചേ? ഉറയ്ക്ക, വിശ്വാസത്തിൽ ഉറയ്ക്ക. രണ്ടാമത് നീ എന്നാ ചെയ്യണ്ടേ? രണ്ടാമത് കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നീ പറയണം, എൻ്റെ കർത്താവ് വലിയത് ചെയ്യും, എൻ്റെ കർത്താവ് വലിയത് ചെയ്ത. ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലല്ലോ, എൻ്റെ ജീവിതം അറിയാവുന്ന ദൈവം എനിക്ക് വേണ്ടി നല്ലത് ചെയ്യാം, അവസ് എനിക്ക് വേണ്ടി വലിയത് ചെയ്യാം. അവസ്വതർ സംഘ കൈവച്ച് പറഞ്ഞു, ഓരോ വീട്ടിലും കയറി പാത്രം മേടിക്കാൻ പറഞ്ഞെന്തിനാണെന്നറിയാമോ? ഓരോരുത്തരോട് സാക്ഷ്യം പറ, ഓരോരുത്തരോടും പ്രവചിച്ച് പറ, എൻ്റെ ദൈവം അത്ഭുതം ചെയ്യാൻ പോവുക, എൻ്റെ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേക്കാം. നമുക്കറിയത്തില്ല ആർക്കൊക്കെ വേണ്ടിയാണ് ദൈവം നമ്മുടെ ജീവിതം ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞേ, നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കുഞ്ഞെ നീ ചെന്ന് കയറി പാത്രം മേടിച്ച വീട്ടിലുള്ളവരും ഒരുപക്ഷെ കടം കാരണം ചാകാനിരിക്കുന്നവനായിരിക്കും. നിന്റെ നാളത്തെ ദിവസം കണ്ട് അവൻ വിശ്വാസത്തിൽ വരും. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം. നിനക്കറിയത്തില്ല കുഞ്ഞെ, അമസ്ത നിന്റെ ഈ വേദനയുടെ അനുഭവത്തിൽ നീ അവരോട് പറയണം, എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കും, എൻ്റെ ദൈവം എനിക്ക് വഴി തുറക്കും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യുന്നുണ്ട്, ഞാൻ വിശ്വാസ കണ്ണാൽ കാണുന്നുണ്ട്, ഒരു മഴയുടെ മുഴക്കം ഞാൻ കാണുന്നുണ്ട്. അമസ്ത നാളെ ഈ പടിവാതിലിൽ നന്മ ഞാൻ വിശ്വാസത്താൽ കാണുന്നുണ്ട് എന്ന് നീ വിശ്വാസത്താൽ പറയണം. സാക്ഷ്യം പറയുമ്പോൾ പറയണം, ആൾക്കാരോട് സംസാരിക്കുക പറയണം, ഭാര്യയോട് സംസാരിക്കുക പറയണം, ഭർത്താവിനോട് സംസാരിക്കുക പറയണം, കുഞ്ഞുങ്ങളോട് സംസാരിക്കുക പറയണം, സഹോദരങ്ങളോട് സംസാരിക്കുക പറയണം, മാതാപിതാക്കളോട് സംസാരിക്കുക പറയണം. എന്നതാ പറയണ്ടേ? സ്വത്രം. നാളെ നിന്റെ അപ്പം വിശ്വാസത്തിൽ ഉറയ്ക്കും, നാളെ നിന്റെ ഭാര്യ വിശ്വാസത്തിൽ ഉറയ്ക്കും, നാളെ നിന്റെ സഹോദരങ്ങൾ വിശ്വാസത്തിൽ ഉറയ്ക്കും, നാളെ നിന്റെ അയൽക്കാര് വിശ്വാസത്തിൽ ഉറയ്ക്കും. ദൈവം നിന്നെ ഈ വീടുകൾ കയറിയിറങ്ങി നടത്തുന്നത് ചിലരുടെ വിടുതലിന് വേണ്ടിയാ,
ചിലരുടെ യഥാസ്ഥാനത്തിന് വേണ്ടിയാ ഈ സമയത്ത് നിന്നെ നടത്തുന്നത്. എന്തിനാണെന്നറിയാമോ? ഓരോ വീട്ടിലും കയറിയിട്ട് ഞാൻ കടത്തില മുടിഞ്ഞു കിടക്കുക, ഞാൻ രോഗത്തില തകർന്നു കിടക്കുകയാ, എൻ്റെ വീട്ടിലെ ശാപം ഇങ്ങനെ മാറുന്നില്ല, അഴിയാതെ കിടക്കുക, ഇതും പറഞ്ഞുകൊണ്ട് നടക്കാനല്ല. ഞാൻ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്. അവസാനം ഞാൻ സേവിക്കുന്ന ദൈവം നാളെ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാം. ഞാൻ സേവിക്കുന്ന ദൈവം ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാം. ഞാൻ സേവിക്കുന്ന ദൈവം അടുത്ത ആണ്ടിൽ ഈ സമയം വരുമ്പോ എനിക്ക് വേണ്ടി ചിലത് ചെയ്യാം. ഞാൻ സേവിക്കുന്ന ദൈവം ഈ വിഷയം ഒരു സാക്ഷ്യമാക്കി മാറ്റാം. വിളിച്ചു പറയണം. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നാം ദൈവത്തിൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക, എല്ലാവരും കേൾക്കുക. ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. എന്നതാ മുന്നൊരുക്കിയിരിക്കുന്നത്? നിന്റെ കയ്യിൽ ഒന്നും ഇല്ലാത്തപ്പോഴോ നിന്റെ കൂട്ടുകാരെ കാണുമ്പോൾ നീ അവരോട് നല്ല ദൂത് പറയണം. ദൈവം മുന്നൊരുക്കിയിരിക്കുകയാ. നിന്റെ തകർച്ചയല്ല പറയേണ്ടതാ, നിന്റെ ഇല്ലായ്മയല്ല പറയേണ്ടതാ, നിന്റെ പോരായ്മയല്ല പറയേണ്ടതാ. നടന്ന് പറ. നാളെ നിന്റെ സ്ഥിതി മാറുമ്പോൾ അവർ അത്ഭുതം കോരാം, അവർ കർത്താവിനെ സ്തുതിക്കാം, അവരെ ദൈവത്തെ മഹത്വപ്പെടുത്താം. അത് കണ്ട പലരും ദൈവത്തിൽ ആശ്രയിക്കാം. നിന്റെ ജീവിതത്തിന്റെ മാറ്റം കണ്ട് പലരും ദൈവത്തെ ആശ്രയിക്കും. ദൈവം അതിനു വേണ്ടി ഇത് മുൻ നിയമിച്ചിരിക്കുകയാ. ഈ സമയം മുൻ നിയമിച്ചിരിക്കുകയാ. കഴിഞ്ഞ ദിവസം ഇവിടെ ഞാൻ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ വന്നു, ഒരു സ്നേഹിക്കുന്ന സഹോദരൻ. ആ സഹോദരന് അമേൻ ഒരു പ്രത്യേക ഡിസീസ് ഉണ്ട്. അദ്ദേഹം മരണത്തോട് മല്ലടിച്ചൊക്കെ ഇങ്ങനെ ജീവിക്കുന്ന ഒരു സഹോദരനാണ്. ഞാൻ ആ കുഞ്ഞിനെ കണ്ടപ്പം, ഞാൻ ആ സഹോദരനെ കണ്ടപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, മോൻ രോഗസൗഖ്യത്തിന് വേണ്ടി വെറുതെ പ്രാർത്ഥിച്ച് സമയം കളയണ്ട. മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോടും പറയണം, രോഗസൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണ്ട, എൻ്റെ ഭാവിയെക്കുറിച്ചൊരു ദർശനം തരാൻ പ്രാർത്ഥിക്കുക. നിൻ്റെ ഈ കണ്ണീരിൻ്റെ സമയത്ത് നിനക്ക് രോഗസൗഖ്യം കിട്ടിയാലും നാളെ ഒരു ഡെങ്കിപ്പനി വന്നാൽ തട്ടിപ്പോകും, അവർ ചിക്കൻ കുനിയ വന്നാൽ തീർന്നെന്ന് പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞു വൈറസ് കാരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റ് കാരണം ചത്തുപോകാം. കാരണം ഒരു രോഗസൗഖ്യമല്ല നമ്മുടെ വിഷയം. നീ നിൻ്റെ ഭാവി കാണാൻ ഈ കണ്ണീരിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കണം. നിൻ്റെ കൂട്ടുകാരോട് പറയണം, നിങ്ങൾ എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട, എൻ്റെ ഭാവി കാണാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ആമസോ നിൻ്റെ പ്രതികൂലത്തിൻ്റെ സമയത്തിൽ നീക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം നീ മുട്ടയിലോട്ടിരുന്നിട്ട് കരഞ്ഞിട്ട് പറയേണ്ടത് ഈ രോഗം മാറ്റണമെന്നല്ല, കർത്താവേ എൻ്റെ ഭാവി ഒന്ന് കാണിച്ചതാ. എന്നിട്ട് നടന്നു പറയണം, ഞാൻ ചാകത്തില്ല, ഞാൻ മരിക്കത്തില്ല, ജീവനോടിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കാം. നടന്നുകൊണ്ട് പറയണം, ഞാൻ ജീവനോടിരുന്ന ആൾക്കാർ അത്ഭുതം കോരാം. അയ്യോ ഇവന് 2 കിഡ്നിയുമില്ലല്ലോ, ആൾക്കാർ അത്ഭുതം കോരാം. അയ്യോ ഇവന് ക്യാൻസർ ആണല്ലോ, ആൾക്കാർ അത്ഭുതം കോരാം. അയ്യോ ഇവൻ തകർന്നു കിടക്കുന്നവനാണല്ലോ. അല്ല കേട്ടോ, വചനം പിടിച്ച് പറയുകയാ. നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ, നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ നടന്ന് പറയണം. എന്നാ പറയേണ്ടത്? ദൈവം നിനക്ക് എന്ത് ചെയ്ത് തരുമെന്ന് നീ വിശ്വസിക്കുന്നു അത് നീ പറയണം. സ്വതന്ത്രം പറഞ്ഞേ, സ്വതന്ത്രം പറഞ്ഞേ. ഞാനൊരു ഉണർവ് കാണും. ആമേൻ. ഞാനൊരു അത്ഭുതം കാണാം. ആമേൻ. ഞാൻ വലിയ ദൈവപ്രവൃത്തി കാണാം. ഞാൻ ഈ തലമുറയിൽ ദൈവത്തിന്റെ ശക്തിയുള്ള ഒരു സാക്ഷിയാകാം. ഞങ്ങളുടെ സഭദേശത്തെ ഒരു വലിയ സഭയാകാം. ആമേൻ. ഞങ്ങളുടെ ശുശ്രൂഷ ശക്തിയുള്ള ശുശ്രൂഷ ദൈവം തരാം. എൻ്റെ വീടിന്റെ സ്ഥിതി മാറാം. ആമേൻ. എൻ്റെ തലമുറയുടെ സ്ഥിതി മാറാം. എൻ്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറാം. ഞങ്ങൾ ദൈവത്താൽ മാനിക്കപ്പെടാം. നടന്നു പറ. എൻ്റെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനാകാം, എൻ്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകയാകാം. ഞങ്ങൾ കർത്താവിൻ്റെ വായിൽ ശക്തിയോടെ വേല ചെയ്യാം. അപ്പം വീട് തോറും നടന്ന് പറയണം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സേവിക്കാം, ദൈവത്തെ സേവിക്കാം, ദൈവത്തെ സേവിക്കാം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നിന്റെ നിരാശയല്ല പറയേണ്ടത്, നിന്റെ തകർച്ചയല്ല പറയേണ്ടത്, നിന്റെ പരാജയമല്ല പറയേണ്ടത്, നിന്റെ തോൽവിയല്ല പറയേണ്ടത്. ഓരോ വീട്ടിൽ കയറുമ്പോഴും ദൂത് പറയേണ്ട അവസ്ഥ
അവസരം തരികയാ. പ്രവചനം പറയാൻ അവസരം തരികയാ. സാക്ഷ്യം പറയാൻ അവസരം തരികയാ. വിശ്വാസം പറയാൻ ഒരു അവസരം തരികയാ. നമ്മൾ ഈ ദേശത്ത് നടക്കുന്നവരുടെ മുമ്പിൽ കർത്താവിൻ്റെ പത്രമാണെന്ന്. പത്രം 2 കൊരിന്ത്യർ 3-3 വാക്യങ്ങളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൽ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാലത്രേ. കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, ശബ്ദം പറഞ്ഞാട്ടെ. കുഞ്ഞെ സ്വതന്ത്രം. അപ്പം സ്വതം ഇങ്ങനെ ആൾക്കാരുടെ നടുവിലൂടെ നടക്കുമ്പോഴേ നമ്മൾ ആരാന്നറിയ ഒരു പത്രം പോവുക. പത്ര അപ്പം സ്വതം അടുത്തിരിക്കുന്നയാളുടെ കൈക്ക് പിടിച്ച് ജോലിയുടെ പറ, ഒരു പത്രമാ പോകുന്നതെന്ന് പറ. ഒരു പത്രമാ പോകുന്നത്, ഒരു പത്രമാ പോകുന്നത്. അമ്മ ആരാ പോകുന്നത്? ഒരു പത്രമാ പോകുന്നത്, നടന്നു പോകുന്നത്. യേശുവിൻ്റെ പത്രമാ. മഷി കൊണ്ട് എഴുതിയതല്ല ഈ പത്രം, കല്ലേൽ എഴുതിയതല്ല ഈ പത്രം, ഹൃദയത്തിൽ എഴുതിയതാ, മാംസപ്പലകയിൽ എഴുതിയതാ. മഷി കൊണ്ടല്ല, പരിശുദ്ധാത്മാവിനാൽ എഴുതിയത്. എല്ലാവരോടും വിളിച്ചു പറയണം, എൻ്റെ വീട്ടിലൊരു പ്രവാചകനുണ്ട്. ആ പ്രവാചകൻ പറഞ്ഞു ഒരത്ഭുതം നടക്കാൻ പോവുകയാ, പത്രം കൊണ്ടുവരാൻ പറഞ്ഞു. എൻ്റെ പ്രവാചകൻ പറഞ്ഞു എൻ്റെ സ്ഥിതി മാറാൻ പോവുകയാന്ന്. പ്രവാചകൻ പറഞ്ഞു കടം മാറാൻ പോവുകയാന്ന്. പ്രവാചകൻ പറഞ്ഞു വഴി തുറക്കാൻ പോവുകയാന്ന്. പറയണം. ഇന്ന് പകൽക്കാല തുറന്ന് പറയാൻ തയ്യാറായ കർത്താവ് സ്വർഗത്തിൽ നിനക്ക് വേണ്ടി സാക്ഷ്യം പറയാം. നിങ്ങൾ ഭൂമിയിൽ എന്നെ ഏറ്റു പറയുമ്പോൾ ഞാൻ സ്വർഗത്തിൽ പിതാവിന്റെ മുമ്പാകെ നിങ്ങളെ ഏറ്റു പറയും. നിങ്ങൾ ഭൂമിയിൽ എന്നെ ഏറ്റു പറയുമ്പോൾ ഞാൻ ദൂതന്മാരുടെ മുമ്പാകെ നിങ്ങളെ ഏറ്റു പറയും. മനസ്സിലായ ഒരു സോദരൻ പറഞ്ഞേ. ഹലോ എന്നാ പറഞ്ഞേ? ഹലോ എന്നോ അല്ല, പത്രം. നമ്മൾ ആരാന്നാ പറഞ്ഞേ? പരിശുദ്ധാത്മാവിനാൽ ഹൃദയത്തിൽ ചില ദൂത എഴുതിയ പത്രമാ, ചില വാഗ്ദത്തം എഴുതിയ പത്രമാ, വിശ്വാസ പ്രഖ്യാപനം എഴുതിയ പത്രമാ, അഭിഷേകത്തിന്റെ ശക്തി പകർന്ന പത്രമാ. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാ. ചുമ്മാ ഇരുന്ന അവസാനം ഈ മരുഭൂമിക്ക് മണലാകാൻ വിളിച്ചതല്ല, ഈ മരുഭൂമിക്ക് വളമാകാൻ വിളിച്ചതല്ല. വിളിച്ചു പറയട്ടെ, അഭിഷേകത്തിന്റെ പ്രശ്നം മല പോലെയുള്ളതാ. പരിഹാരം നിന്റെ അകത്തുണ്ട്, പരിഹാരം നിന്റെ അകത്തുണ്ട്, പരിഹാരം നിന്റെ അകത്തുണ്ട്. ആ പരിഹാരം മനസ്സിലാക്കിയിട്ട് പുറത്തോട്ടിറങ്ങി പറ, എന്റെ ദൈവം വലിയ ദൈവം. സ്വതന്ത്ര 4-5 വാക്യങ്ങളൊന്ന് വായിച്ചേ മക്കളെ. 4-5 വാക്യങ്ങൾ. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞതൊരു ഭാഗത്ത് മാറ്റി വെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ടു ചെന്ന് തന്റെ മക്കളോട് കൂടെ അകത്ത് കിടന്ന് വാതിലടച്ച് അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. മതി മോളെ, സ്തോത്രം. ശ്രദ്ധിച്ചേട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കണേ. ഒന്ന്, നമ്മുടെ വിശ്വാസത്തെ പ്രവാചകൻ വലുതാക്കി. നിൻ്റെ അകത്തുണ്ടെന്നേ, മരുന്ന് നിൻ്റെ അകത്തുണ്ട്, വഴി നിൻ്റെ അകത്തുണ്ട്, അത്ഭുതം നിൻ്റെ അകത്തുണ്ട്. രണ്ടാമതാ ആമേൻ, പ്രവാചകൻ പറഞ്ഞു നീ പരസ്യമായിട്ട് സാക്ഷിയാകും, പരസ്യമായിട്ട് സാക്ഷിയാകും. ദൈവം എന്ത് ചെയ്യാൻ പോകുന്നെന്നാ നീ വിശ്വസിച്ച് അതങ്ങ് പറ. എന്താ നിൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് നീ അങ്ങ് പറ. സ്വതം 10 പേരോട് പറ, 100 പേരോട് പറ, കാണുന്നവരോട് പറ. കുറയരുത്, പറച്ചില് കുറയരുത്, പറഞ്ഞോ. സ്വതന്ത്രം, സ്വതന്ത്രം, സ്വതന്ത്രം. ഇനി അടുത്തത് രസകരമായ സംഭവം. അകത്തളങ്ങളിൽ ദൈവം അത്ഭുതത്തെ വളർത്തുക. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, ശബ്ദം ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ദൈവമക്കളെ, സ്വതന്ത്രം. ആ ദിവസത്തെ അനുഭവം നിങ്ങൾ ഓർത്ത് നോക്കിക്കേ. അന്ന് ഈ പാത്രമൊക്കെ ആയിട്ട് അമ്മ വീട് തോറും നടന്ന് പാത്രവും കൊണ്ട് വന്ന് വീടിനകത്തെ വാതിലടച്ച് മക്കളെ എല്ലാം അകത്ത് കയറ്റി വെച്ച് മക്കളോട് പറയാം, എടാ കുഞ്ഞേ
കുഞ്ഞുങ്ങൾ നോക്കിയിട്ട് എന്തോ ഈ അമ്മ കാണിക്കുന്നത്, അമ്മയ്ക്ക് വട്ടളയ്യോ? ഈ അമ്മയ്ക്ക് എന്നാ പറ്റിയേ? കുറെ പാത്രമൊക്കെ ആയിട്ടുണ്ട്, അമ്മ എന്തോ ഈ കാണിക്കുന്നേ? സ്തോത്രം. കുഞ്ഞെ, എന്നാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം. സ്തോത്രം. ദൈവം പറഞ്ഞത് സംഭവിക്കും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, ശബ്ദം ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, ഉച്ചത്തിൽ സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവം പറഞ്ഞത് സംഭവിക്കും. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നമ്മുടെ എല്ലാം അകത്തളങ്ങളിൽ ദൈവം വിശ്വാസത്തെ വളർത്തും കേട്ടോ. ഒരു സ്തോത്രം പറയാവോ? നമ്മുടെ അകത്തളങ്ങളിൽ ദൈവം വിശ്വാസത്തെ വളർത്തും. എങ്ങനെയാ? രാവിലെ അല്ലെങ്കിൽ ഉച്ചയായ സമയത്ത് ഇവർ ഈ എണ്ണ ഇങ്ങനെ പകരുമ്പോൾ ഒന്നുമില്ലാത്ത കുറെ പാത്രങ്ങൾ മാത്രമാ മുമ്പിൽ, ഒരു ചെറിയ പാത്രത്തിൽ നിറഞ്ഞ എണ്ണ അതിനകത്ത് നിന്ന് ഇങ്ങനെ പകരുമ്പോൾ അവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം നടക്കുകയാ. എണ്ണ ഇങ്ങനെ പാത്രത്തിൽ ഒഴുകിക്കൊണ്ട് ഇരിക്കുന്നു. ആ പാത്രം നിറയുന്നു, അതെടുത്ത് മാറ്റി വെക്കുന്നു. അടുത്ത പാത്രം എടുത്തു വെക്കുന്നു, ആ പാത്രം നിറയുന്നു, അതെടുത്ത് മാറ്റി വെക്കുന്നു. അടുത്ത പാത്രം നിറയുന്നു, അത് മാറ്റി വെക്കുന്നു. പാത്രങ്ങളെല്ലാം ഇങ്ങനെ നിറയുകയാ. അകത്തളങ്ങളിലാണ് ദൈവം നമ്മളെ വിശ്വാസ വീരന്മാരാക്കുന്നത്. നിങ്ങൾ മറന്നു പോകരുത്. നമ്മളെ ദൈവം എങ്ങനെയാണെന്നറിയാമോ? പരസ്യമായി നമ്മൾ എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാലോ നമ്മുടെ രഹസ്യ ജീവിതത്തിനകത്ത് ദൈവം നമ്മുടെ വിശ്വാസത്തെ വളർത്തുന്നതാ. രഹസ്യ ജീവിതത്തിലെ അനുഭവമാ. അവസ്ഥ നമുക്കറിയാം. ഏലിയാവിനെ കർമ്മേലിന് മുകളിൽ നിർത്തിയതുണ്ടല്ലോ. രഹസ്യ ജീവിതത്തിനകത്ത് വന്ന കാക്കയാ. രഹസ്യ ജീവിതത്തിനകത്ത് കിട്ടിയ അപ്പമാ. രഹസ്യ ജീവിതത്തിനകത്ത് അവന് ലഭിച്ച മാംസമാ. രഹസ്യ ജീവിതത്തിൽ അനുഭവിച്ച വെള്ളമാണ്. അവന്റെ ജീവിതത്തിനകത്ത് അവനെ പരസ്യമായ വിശ്വാസിയായി അവനെ തികഞ്ഞവനാക്കി തീർത്തതാ. ഇന്ന് പകലൊന്നുമില്ലാതെ തുടങ്ങിയവരോട് വിളിച്ചു പറയാം, അകത്തളങ്ങളിൽ ദൈവം ചിലത് ചെയ്ത് നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. അകത്തളങ്ങളിൽ ചിലത് ചെയ്ത്, ചില വഴി തുറന്ന്, ചില വാതിൽ തുറന്ന്, ചിലരെ ഒരുക്കി, ചില മേഖലകളെ ഒരുക്കി ദൈവം എന്തോ ചെയ്യും? നിന്റെ വിശ്വാസത്തെ വലുതാക്കും. എല്ലാ പാത്രവും നിറയത്തക്കവണ്ണം ദൈവം നിന്റെ വിശ്വാസത്തെ ദൈവം വലുതാക്കാം. നമുക്കറിയാം സോദര, ദാനിയേൽ ഒരു ദിവസം കൊണ്ട് വിശ്വാസവീരനായതല്ല കേട്ടോ. ചന്ദ്രക്കും മേശക്കും അബേദ്നെഗോവും ഒരു ദിവസം കൊണ്ട് വിശ്വാസവീരരായതല്ല. അവരുടെ ജീവിതത്തിന്റെ രഹസ്യ മേഖലകളിൽ അവർ വേർപെട്ട് നിന്ന്, വിശ്വാസത്തിന് വേണ്ടി വേർപെട്ട് നിന്ന് അതിന്റെ പരിണിത ഫലമായി അവരുടെ ജീവിതത്തിൽ പരസ്യ മേഖലകളിൽ സിംഹക്കുഴിയുടെ നടുവിൽ അഗ്നിയുടെ നടുവിൽ അവർ വിശ്വാസത്തോടെ നിന്നു. രഹസ്യ മേഖലകളിൽ നമ്മുടെയൊക്കെ വിശ്വാസം ദൈവം വർദ്ധിപ്പിക്കുന്നതാ. ചില രഹസ്യമായ മേഖലകളിലാ. ഏലിയാവിൻ്റെ കാര്യം തന്നെ അറിയത്തില്ലേ? അവൻ എലീശയുടെ കാര്യം അറിയത്തില്ല. ചില രഹസ്യ മേഖലകളിലോ ദൈവം കൊണ്ട് നടന്ന് തൻ്റെ പുതപ്പിട്ട, ഒന്നുകൂടെ മനസ്സിലാക്കുന്ന ചെറിയ ഭാഷയെ പറയാം. അമ്മേ സ്തോത്രം. ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിശ്വാസം തരാൻ കാരണമായതൊരു കൊച്ചു സംഭവമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ മുഴുവൻ മാറ്റിയതൊരു കൊച്ചു സംഭവമാണ്. അത് അകത്തളത്തിൽ വെച്ച് സംഭവിച്ചതാണ്. അമ്മേ സ്തോത്രം. ഇങ്ങനെ സോപ്പ് തേക്കാൻ സോപ്പില്ലാത്ത അനുഭവം വന്നപ്പം അവൾ വന്ന് എന്നോട് പറഞ്ഞു, സോപ്പില്ല. സോപ്പ് 5-6 ദിവസമായി സോപ്പ് തേച്ച് കുളിച്ചിട്ട്. ഞാനും കേട്ടു. അവൾ പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പം അതേ സ്ഥലത്തൊരു സോപ്പ് കിടക്കുക.
6-7 ദിവസം വീട്ടിൽ സോപ്പില്ലാതിരുന്ന വീടിനകത്ത് അപ്പോൾ സോപ്പിൻ്റെ വിഷയത്തെ ചർച്ച ചെയ്ത് സോപ്പിൻ്റെ വിഷയത്തെ പറഞ്ഞ അപ്പോൾ സോപ്പിൻ്റെ വിഷയം കേട്ട് സോപ്പിൻ്റെ വിഷയം പറഞ്ഞ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിച്ച് കയറി വരുമ്പോൾ അമ്മ അതേ മുറിയിൽ എവിടെ വെച്ച് പറഞ്ഞോ എവിടെ വെച്ച് കേട്ടോ അതേ സ്ഥലത്ത് എന്നാ കിടക്കുക, ഒരു സോപ്പ് കിടക്കുക. അപ്പോൾ ചെവിക്കകത്ത് അന്ന് ഒരു കാര്യം പറഞ്ഞു, യഹോവ ഭക്തന്മാര് തമ്മിൽ സംസാരിക്കുന്നത് വരെ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ വിശ്വാസ വീരനാക്കുന്നത് അകത്തളങ്ങളിലെ മുറികളിൽ വെച്ച, അകത്തളങ്ങളിൽ ഒറ്റയ്ക്ക് ഇരുത്തിയ, അകത്തളങ്ങളിൽ ഒറ്റയ്ക്ക് ജീവിപ്പിച്ച, അകത്തളങ്ങളിൽ ഒറ്റയ്ക്ക് നടത്തിയ ദൂത മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അകത്തളങ്ങളിലെ അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലവും സൗഖ്യം ചോദിക്കാനുള്ള പ്രാഗൽഭ്യ, ഇന്ന് പകൽക്കാലവും ചില വിടുതൽ ചോദിക്കാനുള്ള പ്രാഗൽഭ്യ, ഇന്ന് പകൽക്കാലം ചില വഴികൾക്ക് വേണ്ടി പ്രതീക്ഷിക്കാനുള്ള പ്രാഗൽഭ്യ, ഇന്ന് പകൽക്കാലവും ചിലത് നടക്കും ഉറയ്ക്കാനുള്ള പ്രാഗൽഭ്യ എന്റെ ദൈവം ഇന്നലകളിൽ ചെയ്തിട്ടുണ്ട്, ഇന്നലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നലകളിലെ എണ്ണ തമ്പുരാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും അതേ എണ്ണ ചലിക്കും, ഇന്നും അതേ എണ്ണ ചലിക്കും. എന്റെ ഈ പാത്രത്തിലും ചലിക്കും, എന്റെ ഈ പാത്രത്തിലും ചലിക്കാം, എന്റെ ഈ വിഷയത്തിലും ചലിക്കാം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. എന്റെ ഈ വിഷയത്തിലും ഈ എണ്ണ വർക്ക് ചെയ്യും. സ്തോത്രം. നമ്മുടെ ഏത് വിഷയത്തിലും ഈ എണ്ണ വർക്ക് ചെയ്യും. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ, ശബ്ദവരി സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന ഷേപ്പിൽ നമ്മൾ മാറിയാലുണ്ടല്ല, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ മാറിയാലുണ്ടല്ല, എൻ്റെ ദൈവം നമ്മളെ മാനിച്ചിരിക്കുക. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ എല്ലാവരോടും ഒന്നുകൂടെ പറയാം, കുഞ്ഞുങ്ങളെ ഓമേ സ്തോത്രം. നിങ്ങളുടെ വീടിൻ്റെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, ഓരോ ദിവസവും വരുന്ന വിഷയങ്ങളെയല്ല, ഓരോ ദിവസവും വരുന്ന പ്രശ്നങ്ങളെയല്ല, ഓരോ പാത്രങ്ങളും നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഓരോ പ്രശ്നവുമാണെന്ന് വിചാരിച്ചു ഈ എണ്ണയ്ക്ക് എല്ലാ പ്രശ്നങ്ങളെയും ഫില്ല് ചെയ്യാൻ പറ്റാം. ഒരിക്കലും എനിക്ക് സന്തോഷമുള്ളൊരു ദൂത് പറയാം. സ്തോത്രം. ഈ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദൂത് അതിനകത്ത് കിടക്കുന്നത്, അതിനകത്ത് എണ്ണപ്പാത്രം ഒരിക്കലും അതിൻ്റെ നനവില്ലാതെ വരത്തില്ല. ഒരു സ്തോത്രം പറഞ്ഞേ. അതൊരിക്കലും ഉപയോഗശൂന്യമാകത്തില്ല. അതിൻ്റെ മൂലവാക്യം എഴുതിയിരിക്കുന്നത് അമ്മേ സ്തോത്രം, അമ്മേ സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം എടുക്കണ്ട. അപ്പോൾ ഏലിയാവ് ആ ഭവനത്തിലേക്ക് കയറി ചെന്ന്, ശരാഫ്തയുടെ ഭവനത്തിലേക്ക് കയറി ചെന്നിട്ട് പറയുന്നതെന്നറിയാമോ? കുഞ്ഞെ, നിന്റെ എണ്ണപ്പാത്രം ഒരിക്കലും കാലിയാകത്തില്ല, അത് കാലിയാകത്തില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നിന്റെ എണ്ണപ്പാത്രം കാലിയാകത്തില്ല. അപ്പോൾ ഒരിക്കൽ കൂടി വിളിച്ച് പറയാം, നിന്റെ അകത്ത് യേശു ഒരിക്കലും കാലിയാകത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുള്ളത് ഒരിക്കൽ കൂടി പറയാം, പരിശുദ്ധാത്മാവ് നിന്നെ ഇട്ടേച്ച് പോകത്തില്ല, നീ പരിശുദ്ധാത്മാവിനെ ഇട്ടേച്ച് പോവുകയുള്ളൂ. പരിശുദ്ധാത്മാവ് എല്ലാ നാളും നമ്മളോട് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മളെ ഇട്ടേച്ച് പോകത്തില്ല കേട്ടോ. പാപം കാണുമ്പോൾ നമ്മളായിട്ടേച്ച് പോകുന്നത്, അവസം ലോകം കാണുമ്പോൾ നമ്മളായിട്ടേച്ച് പോകുന്നത്. യേശു എല്ലാ നാളും നമ്മളോട് കൂടെ ഉണ്ട്. യേശു നമ്മളെ ഇട്ടേച്ച് പോകത്തില്ല, നാം ആ യേശുവിനെ ഇട്ടേച്ച് പോകുന്നതാ. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം. ഈ എണ്ണപാത്രം ഒരിക്കലും കാലിയാകത്തില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. ഒരിക്കലും ഉപയോഗശൂന്യമാകത്തില്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അപസ്തോത്രം ഒരിക്കൽ കൂടി വിളിച്ച് പറയാം. അപസ്തോത്രം ഇങ്ങനെ കൈവച്ചേച്ച് പറ, ഒരിക്കലും കാലിയാകത്തില്ല, ഒരിക്കലും കാലിയാകത്തില്ല, ഒരിക്കലും ഉപയോഗശൂന്യമാകത്തില്ല. അകത്തിന്റെ യേശു ഉള്ളിടത്തോളം, അകത്ത് പരിശുദ്ധാത്മാവ് ഉള്ളിടത്തോളം, അവൻ എല്ലാ നാളും കൂടെ ഉണ്ടെന്ന് അരുളിയത് യേശു അകത്തുള്ളിടത്തോളം ഞാൻ നിങ്ങളുടെ തലേ കൈവച്ച് പറയാൻ ആഗ്രഹിക്കുക, ഒരിക്കലും ഉപയോഗശൂന്യമാകത്തില്ല, ഒരിക്കലും കാലിയാകത്തില്ല, ഒരിക്കലും ഉപയോഗശൂന്യമാകത്തില്ല, ഒരിക്കലും കാലിയാകത്തില്ല. നിങ്ങളുടെ തലേ കൈവച്ച് പരിശുദ്ധാത്മാവിൽ വിളിച്ച് പറയുകയാ, അവൻ ഒരിക്കലും കാലിയാകത്തില്ല, ഒരിക്കലും ഉപയോഗശൂന്യമാകത്തില്ല. വിളിച്ചു പറയട്ടെ, ക്ഷാമം തീരുവോളം, ക്ഷാമം തീരുവോളം, ഈ ഭൂമിയിലെ വാസം കഴിയുവോളം അത് കാലിയാകത്തില്ല, അത് ശൂന്യമാകത്തില്ല, അത്
സ്വതം തൊട്ട് 2-3 കാര്യങ്ങളിൽ പെട്ടെന്ന് പറയാം. ഒന്നാ, ഇതിൽ നിന്ന് കരുതലിൻ്റെ പാഠം പഠിക്കണം. ഇതിൽ നിന്ന് എന്നാ പഠിക്കണ്ടേ? കരുതലിൻ്റെ പാഠം. വാക്ക് പറഞ്ഞയാൾ ഉണ്മയുള്ളവനാ. മക്കൾ ചോദിക്കാം, അമ്മ ഇതെന്നാ കാണിക്കുന്നത്, ഭ്രാന്താണോ? അല്ല മോനെ, ആമേൻ. വാക്ക് പറഞ്ഞയാൾ ശക്തനാ, വാഗ്ദത്തം ചെയ്തയാൾ ശക്തനാ. സ്തോത്ര. ആദ്യേക്കാൾ അന്ത്യം മനോഹരമാക്കുമെന്ന് പറഞ്ഞ ഒരാളുണ്ട്, ആള് ശക്തനാ. പൂർവസ്ഥിതി അല്പവും അന്ത്യസ്ഥിതി അതിമനോഹരമാക്കുമെന്ന് പറഞ്ഞ ഒരാളുണ്ട്, ആള് ശക്തനാ. നട്ടുച്ചക്കത്തെ സൂര്യനെ പോലെ നീതിമാൻ അധികം ജ്വലിച്ചു വരുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനം ഞാൻ വിശ്വസിക്കുകയാ. ദൈവത്തിന്റെ പ്രമാണം ശക്തമാ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ വിളിച്ചു പറയണോ, ദൈവത്തിന്റെ കരുതലിന്റെ പാഠം പറഞ്ഞവൻ ശക്തനാണ്. ഇതിൽ നിന്ന് പഠിച്ചോണം. വാക്ക് പറഞ്ഞവൻ ശക്തനാണ്. ഇന്ന് പകലിലും തരുന്ന വിടുതലോ, ഇന്ന് പകലിലും തുറക്കുന്ന വഴി, ഇന്ന് പകലിലും ചെയ്യുന്ന അത്ഭുതത്തിൽ നിന്ന് പഠിച്ചോണം. വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തന. കരമടിച്ച് ശക്തിയോടെ സ്തോത്രം ചെയ്യുക. ദൈവം നിങ്ങളോടൊരു വാക്ക് പറഞ്ഞെങ്കിലോ, ദൈവം നിങ്ങളോടൊരു ദൂത് പറഞ്ഞെങ്കിലോ, ദൈവം നിങ്ങൾക്കൊരു പ്രവചനം തന്നെങ്കിലോ, ദൈവം നിങ്ങൾക്കൊരു വിശ്വാസം തന്നെങ്കിലോ, അവൻ സ്വതന്ത്രമാ ദൈവം. അവൻ വിശ്വസ്തന 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 വിശ്വസ്തന. സ്വതം. ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം, സ്വതന്ത്രം പാഠം പഠിക്കേണ്ട പാഠം, ഓരോ കരുതലിൽ നിന്നും പഠിക്കേണ്ട പാഠം എൻ്റെ കഴിവല്ല. വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തന. എൻ്റെ വിസ ഈ വർഷം എക്സ്പയർ ആവും. അടുത്ത വർഷം കിട്ടുമോ ഇല്ലയോ എന്ന് സംശയമാണ്. പക്ഷേ ഞാൻ അമേരിക്ക ചെല്ലും. സ്വതന്ത്രം. അതെന്നെ ഭാഷ അത്ര ഉറപ്പ് പറയാൻ കാരണം, ലാസ്റ്റ് ടൈം പോകുന്നപ്പോൾ തമ്പുരാൻ വ്യക്തമായൊരു ദർശനത്തിൽ എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ ചെല്ലുമെന്ന് പറഞ്ഞു. സ്തോത്രം. എൻ്റെ മനോഹരമായിരിക്കുന്ന ഒരു അനുഭവം എന്നെ അവിടെ ദൈവത്തെ കാണിക്കാനുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അതിനിടയിൽ എന്ത് യുദ്ധം വന്നാലും ശരി, എന്ത് തകർച്ച വന്നാലും ശരി, അമ്മസ്വം എനിക്കൊരു കരുതലിൽ നിന്ന് പാഠം പഠിച്ചോണം. കരുതലിൽ നിന്ന് പാഠം പഠിച്ചോണം. എന്നാ കാര്യം? അമ്മസ്വം വാക്ക് പറഞ്ഞ ദൈവം വിശ്വസന. അമ്മ നമ്മെ വിളിച്ചിറക്കിയത് പ്രസ്ഥാനമല്ല കേട്ടോ. നമ്മളെ വിളിച്ചിറക്കിയത് വ്യക്തികളല്ല. നമ്മളെ വിളിച്ചിറക്കിയത് ഏതെങ്കിലും സമ്പന്നരല്ല. നമ്മളെ വിളിച്ചിറക്കിയത് ആരാന്നറിയാമോ? അമ്മസ്വം മോനെ മോളെ എന്ന് പറഞ്ഞോ നമ്മുടെ ഓരോ വിഷയത്തിൻ്റെയും നടുവിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ദൈവം. അമ്മസ്വ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസന. ആകാശം മാറിപ്പോകും, ഭൂമി നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദൈവത്തിന്റെ വചനത്തിന്റെ വള്ളിയോ പുള്ളിയോ മാറിപ്പോകത്തില്ല. അമിസ ദൈവത്തിന്റെ വചനം അതിന്റെ പ്രവൃത്തി തികയ്ക്കാതെ മടങ്ങി വരത്തില്ല. അമിസ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, വചനത്തിന് ബന്ധനമില്ല. വാക്ക് പറഞ്ഞ ദൈവത്തെ തടയാറാക്കാൻ കഴിയത്തില്ല. ഓ, ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്താൽ അത് സംഭവിക്കാതെ മടങ്ങി വരത്തില്ല. ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്താൽ അത് സംഭവിക്കാതെ അവന് പര്യവസാനി വരത്തില്ല. ഇനി അടുത്തത് രണ്ടാമത്തെ കാര്യം കൂടെ പറഞ്ഞു നമുക്ക് നിർത്താം. ഈ കരുതലിൻ്റെ പരിധി ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ കരുതലിൻ്റെ പരിധി. സ്വതം. ദൈവത്തിൻ്റെ കരുതലിന് പരിധിയില്ല. എല്ലാവരും പറഞ്ഞ ദൈവത്തിൻ്റെ കരുതലിന് ഉറക്കെ പറ, പരിധി ഇല്ല. പക്ഷേ നമ്മളാണ് പലപ്പോഴും ദൈവത്തെ ചെറുതാക്കുന്നത്. പാത്രം കുറഞ്ഞു പോകരുത്. പാത്രം കുറഞ്ഞു പോകരുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഒരു കഥയും കൂടെ ഓർമ്മിപ്പിക്കാം. മീൻ പിടിക്കാൻ പോയി, രണ്ടുപേരും മീൻ പിടിക്കാൻ പോയി. രണ്ട് സൈഡിലിരിക്കുക. സ്തോത്രം. രണ്ടുപേരും വള്ളത്തില, രണ്ട് സൈഡിലായിട്ട് അവരിങ്ങനെ ഇരിക്കുക. മീൻ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോഴത്തേക്ക് മറ്റോ ഒത്തിരി മീൻ പിടിക്കുന്നുണ്ട്. ഇവനും കുറേ മീൻ പിടിക്കുന്നുണ്ട്. അവൻ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ മീൻ കിട്ടുന്നുണ്ട്, ഇവിടെ നോക്കുമ്പോൾ ഇവിടെ മീൻ കിട്ടുന്നുണ്ട്. അവനിങ്ങനെ എല്ലാം കൂട്ടായിട്ട് വെച്ച് രണ്ടുപേരും കരയ്ക്കടുത്തു. കരയ്ക്കടുത്തപ്പോഴത്തേക്ക്
ഒരുത്തൻ്റെ പാത്രത്തിനകത്ത് അധികം മീനൊന്നുമില്ല, ആകെപ്പാടെ 3-4 മീനേ ഉള്ളൂ. നീ ചേട്ടാ നീ അവിടെ നിന്ന് തുരിത മീൻ പിടിച്ചിരുന്ന ഞാൻ കണ്ടല്ലോ, എന്നിട്ട് നിൻ്റെ പാത്രത്തിൽ മീനൊക്കെ എന്തിയേ? ഇപ്പുറത്തോട്ട് പോയി നോക്കിയപ്പോഴേക്കും ഇഷ്ടം പോലെ മീൻ. ഉടനെ ഒത്തിരി മീൻ പിടിച്ചിട്ട് 4-5 മീനുമായിട്ട് വന്നവൻ പറഞ്ഞു, എൻ്റെ പൊന്നു കൂട്ടുകാരാ, എൻ്റെ വീട്ടിലെ പിന്നെ ചട്ടിയുടെ പേരെന്നാ മോളെ? ചീഞ്ചട്ടി. മീൻ ചട്ടി. എൻ്റെ വീട്ടിലെ മീൻ പറക്കുന്ന മീൻ ചട്ടി. സ്വതന്ത്രം അതിന് ചീഞ്ചട്ടി എന്നാണോ? മീൻ പറക്കുന്ന ചീഞ്ചട്ടി ഉണ്ടല്ലോ, അത് ചെറുതാ. എനിക്ക് കിട്ടിയ മീനെല്ലാം വലുതായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പം ഈ മീനും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ചീഞ്ചട്ടിക്ക് അത് വറക്കാനൊക്കത്തില്ല. ഞാൻ എന്നാ ചെയ്തു? എല്ലാം എടുത്ത് കളഞ്ഞു. എൻ്റെ ചീഞ്ചട്ടിക്ക് പാകമായത് മാത്രമാണ് ഞാൻ കൊണ്ടുവന്നത്. ആമേൻ. മറ്റവൻ പറഞ്ഞു, ദേ നോക്ക് ആമേൻ സ്തോത്രം, എൻ്റെ പാതിനകത്ത് നോക്ക് ആമേ, എൻ്റെ ചീഞ്ചട്ടി നല്ല വലിയ ചീഞ്ചട്ടിയാ. സ്തോത്ര, ഇതുപോലെയാ ദൈവത്തിന് എല്ലാവരുടെയും ജീവിതത്തിൽ വലുത് കൊടുക്കാനുണ്ട്. പലപ്പോഴും വലുത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പലരും അത് വലിച്ചെറിഞ്ഞ് കളയാറുണ്ട്. കാരണം അറിയുമോ, നമ്മുടെ വിശ്വാസത്തിന് വളർച്ചയില്ല. നമ്മുടെ വിശ്വാസത്തിന് വളർച്ചയില്ലാതെ വരുമ്പോൾ പല വലുതും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാ. നിന്റെ വിശ്വാസത്തെ വളർത്താൻ നീ തയ്യാറായ അവൻ ചന്ദ്രനെ ഗിബെയോനിൽ നിർത്തിയ, സൂര്യനെ അയ്യനെ താഴ്വരയിൽ നിർത്തിയ യോശുവയുടെ ദൈവ, ഹിസ്കിയാവിന് വേണ്ടി സൂര്യകരികാരത്തെ മാറ്റിയ, ആകാശ നക്ഷത്ര കൂട്ടത്തെ മാറ്റിയ ഹിസ്കിയാവിന്റെ ദൈവ, അവൻ നമ്മുടെയും ദൈവമാ. അവൻ ഏലിയാവ് മഴയെ നിർത്തിയെങ്കിൽ അതേ ദൈവത്തെ നാമം വിളിക്കുന്നതാ. അവൻ സ്വതം ഇന്ന് പകല് മനസ്സിലാക്കണം. അതിന്റെ തേരും ധാരാളിയുമായിരുന്ന കാലഘട്ടത്തെ തിരിച്ച വിശ്വാസ വീരന്മാരുടെ നടുവിൽ മക്കളെ, ഇസ്രായേലിനെ തേരും ധാരാളികളുമായിരുന്ന കാലഘട്ടത്തെ തിരിച്ച പ്രവാചകന്മാരിൽ ശക്തരായിരിക്കുന്നവരെ പോലെ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ കാണുകയാ. അവസ്ഥ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് പരിധിയില്ല. നമ്മൾ പരിധി വെക്കരുത്. ഒരിക്കൽ കൂടി വിളിച്ചു പറയാ, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് പരിധിയില്ല. നമ്മൾ പരിധി വെക്കരുത്. ഒരത്ഭുതം പ്രതീക്ഷിക്കുക, വലിയ അത്ഭുതം പ്രതീക്ഷിക്കുക, വലിയ വലിയ അത്ഭുതം പ്രതീക്ഷിക്കുക, ഏറ്റവും വലിയ കാര്യം പ്രതീക്ഷിക്കുക, ഏറ്റവും വലിയ പ്രതീക്ഷിക്കുക. ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തതാ ചിന്തിക്കുക, ആഗ്രഹിക്കുക, സ്വപ്നം കാണാം. ദീപാമാനാദരഹന്തന ശംഭമാനുകൾക്ക് മനകതിരസ്യം. ഒരു സ്വതന്ത്രം പറയാവോ? ശബ്ദം ഒരു സ്വതന്ത്രം പറയാവോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കുമ്പോൾ നിങ്ങളൊക്കെ കേൾക്കാറുള്ളതല്ലേ, അമേരിക്കയിൽ നമ്മൾ സ്ഥലം മേടിക്കുക. എത്ര പേര് ഒരു സ്വതന്ത്രം പറയാ? അമേരിക്കയിൽ നമ്മൾ കെട്ടിടങ്ങൾ പണിയാ. എത്ര പേര് സ്തോത്രം പറയാ? നമ്മുടെ മഹനീയം റിവൈവൽ സെന്റർ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലാ നമ്മൾ സ്ഥാപിക്കാം. എത്ര പേര് കാര്യം ഉയർത്തി സ്തോത്രം പറയാ? ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ വൻകരകളിലാ നമ്മളത് ചെയ്തെടുക്കാം. അവസ്ഥ എങ്ങനെയാ പറയുന്നതെന്ന് അറിയാമോ? പാത്രം കുറഞ്ഞു പോകരുത്. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് പരിധിയില്ല. നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് പരിധിയില്ല. ദൈവം വലിയ കാര്യങ്ങൾ ദൈവമാ. വിശ്വസിക്ക, വലിയ കാര്യം പറ, വലിയ കാര്യം പ്രതീക്ഷിക്ക, വലിയത് സ്വപ്നം കാണ, വലിയതിനൊരുങ്ങ. സ്വതന്ത്രം. ഒരു കുഞ്ഞു കഥയും കൂടെ പറഞ്ഞു നിർത്താം. ഈ സഹോദരി പിറ്റേന്ന് പുറത്ത് വരുമ്പം ഈ സഹോദരിക്ക് എല്ലാവരും ചോദിക്കുമ്പോൾ ഒക്കെ പറയാൻ ഒരു ദൂതുണ്ട്. കർത്താവ് എനിക്കായി കരുതുന്ന ദൈവമാണ്. എങ്ങനെയാടി കടം മാറിയേ? എങ്ങനെയാണ് നിന്റെ ഉപജീവനം നടക്കുന്നേ? കർത്താവ് എനിക്കായി കരുതുന്ന ദൈവമാണ്. ഈ കഥ ഏറ്റവും ഹൃദയത്തിനകത്ത് സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിലൊരു സംഭവം നടന്നിട്ടുണ്ട്. ഇപ്പോഴല്ല, പണ്ട് നമ്മുടെ നാട്ടിലല്ല, ഏതോ ഒരു വിദേശ രാജ്യത്താണ്. സ്തോത്രം. വഴി ഡെവലപ്പ് ചെയ്യാനുള്ള ഗവൺമെൻറ് നിയമനം കിട്ടിയതിനനുസരിച്ച് അതിന് ബന്ധപ്പെട്ട കോൺട്രാക്ടേഴ്സും അതിൻ്റെ ജോലിക്കാരും എല്ലാം കൂടി വലിയ വണ്ടിയും വലിയ ലോറിയും വലിയ മിഷൻസും ഒക്കെ ആയിട്ടോ രണ്ട് ആ വഴിക്ക് തടസ്സമായി നിൽക്കുന്ന മരങ്ങളെല്ലാം ഇങ്ങനെ മുറിച്ച് മാറ്റി പോവുക.
മുറിച്ച് മാറ്റി പോകുമ്പോൾ പെട്ടെന്ന് ഈ കോൺട്രാക്ടർ, എൻ്റെ മെയിൻ ഓഫീസർ, എൻ്റെ മെയിൻ ആൾ ഒരു കാഴ്ച കണ്ടത് ആമേൻ ഒരു കിളിക്കൂട് ഒരു മരത്തിൻ്റെ മുകളിലിരിക്കുന്നു. അതിൻ്റെ മുകളിൽ ആമേൻ സോദരമ്മ കൊച്ചു കിളികളുടെ മുകളിൽ ആമേൻ തള്ളക്കിളി ഇങ്ങനെ ഇരിക്കുക. ഈ മരമെല്ലാം മറിഞ്ഞു വീഴുന്നത് കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുക. ഉടനെ ഈ മനുഷ്യൻ പറഞ്ഞു, ആ മരം മാത്രം മാർക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇത് മാത്രം വെട്ടരുത്, ബാക്കിയെല്ലാം വെട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം കടന്നുപോയി. ആ മരം എല്ലാം വെട്ടി മാറ്റി. അവസാനം ഇദ്ദേഹം വന്ന് ആമേൻ തന്നെ ലിഫ്റ്റേൽ ഉയർത്തി. ആമേൻ താൻ ആ കൂട് നോക്കുന്ന ഒരു സമയം വന്നു. 1-2 മാസം കഴിഞ്ഞ, അല്ലെങ്കിൽ 1-2 ആഴ്ച, അല്ല 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് താൻ ആ കൂടിലോട്ട് നോക്കുമ്പം അതിനകത്ത് പക്ഷിക്കുഞ്ഞുങ്ങളില്ല, അതിനകത്ത് തള്ളക്കുഞ്ഞും കാണുന്നില്ല. അപ്പോഴൊക്കെ മനസ്സിലായി പക്ഷി പറക്കാൻ പഠിച്ചു, പക്ഷി പറന്നു. സ്വതന്ത്രം അയാൾ പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞു, മരം വെട്ടിക്കോ, മരം വെട്ടിക്കോ. ഇവരാ മരം വെട്ടി. ആ മരം മറിഞ്ഞ് താഴെ വീണു. താഴെ വീണ് ആ കൂട് ചെതറി. ആ കൂടിനകത്തെ ആമേൻ സ്വതന്ത്രം കമ്പുകളും അതിനകത്തെ ആമേൻ നൂലുകളും അതിനകത്തെ പേപ്പറുകളും അതിനകത്തുണ്ടായിരുന്ന പഞ്ഞിയും തുണിയും എല്ലാം ചെതറി. അതിനകത്ത് ഒരു പേപ്പർ കഷണം ആമേൻ വീണ് വഴിയിൽ കിടന്നു. അദ്ദേഹം ആ പേപ്പർ കഷണം എടുത്ത് കയ്യിലെടുത്തു. സൺഡേ സ്കൂളിലെ പിള്ളേര് സൺഡേ സ്കൂളിനകത്ത് മനഃപ്പാഠവാക്യം പഠിച്ച ഒരു വാക്യമാ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ ചിന്താകുലം അവൻ്റെ മേലിട്ടുകൊള്ളവേ. ഒരു കൊച്ചു കുരുകിന് വേണ്ടി വരെ ആ വാക്യം സംസാരിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം വാഗ്ദത്തമുള്ള ദൈവവൈതലേ, ദൈവബന്ധമുള്ള ദൈവവൈതലേ, ദൈവഭക്തരായ ദൈവവൈതലേ, നിന്റെ വീടിനകത്ത് പല പ്രതികൂലമാണ്. പക്ഷെ സ്തോത്രം ചെയ്യൂ, നീ ഭക്തിയുള്ളയാളാ, നീ ദൈവമുള്ളയാളാ, വാഗ്ദത്തമുള്ളയാളാ. ആ ദൈവം നമുക്കായി കരുതും. ഒരു വാക്യത്തിന് ശക്തിയുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ കാര്യത്തിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ആമേൻ നമുക്കായി കരുതുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതം പലരെ തൊടാനുള്ള ജീവിതമാണ്. നമ്മുടെ ജീവിതം, ഈ സഹോദരിയുടെ ജീവിതം ഇന്ന് നമ്മളെ തൊടുന്നത് പോലെ നമ്മുടെ ജീവിതം അനേകരെ തൊടാനുള്ളതാ. അതുകൊണ്ട് നമ്മുടെ കടഭാരം ഒരു സാക്ഷ്യത്തിന് വേണ്ടിയാ, നമ്മുടെ രോഗം ഒരു സാക്ഷ്യത്തിന് വേണ്ടിയാ, നമ്മുടെ പ്രശ്നങ്ങൾ ഒരു സാക്ഷ്യത്തിന് വേണ്ടിയാ, നാം അനുഭവിക്കുന്ന തടസ്സങ്ങൾ ഒരു സാക്ഷ്യത്തിന് വേണ്ടിയാ. ഈ സമയത്ത് നാം ചെയ്യേണ്ടതാ നമ്മുടെ ദൈവത്തിൽ വിശ്വസിച്ച് വിളിച്ചു പറ, എൻ്റെ ദൈവം വലിയ ദൈവമാ, എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാ, എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ, എൻ്റെ ദൈവം പരാജയത്തിൻ്റെ ദൈവമല്ല, തകർച്ചയുടെ ദൈവമല്ല, തോൽവിയുടെ ദൈവമല്ല. ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ശക്തിയുള്ള ദൈവമാ. എല്ലാരോടും പറ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.